അതീവ ഇമ്പോർട്ടൻസ് ഉള്ളൊരു വിഷയമാണ് എന്ന് മനസ്സിലാക്കണം. അപ്പോ സുബ്ഹാന എന്താ പറയണത്? അല്ലദീ അസ്റാ ബിഅബ്ദിഹി, അല്ലാഹുവിന്റെ ദാസനായ അബ്ദായ റബ്ബിന്റെ അടിമയായ അല്ലാഹുവിന്റെ റസൂലിനെ രാത്രിയിൽ കൊണ്ടുപോയി. എവിടെന്ന്? മിനൽ മസ്ജിദിൽ ഹറാം, മക്കയിലെ അൽ മസ്ജിദുൽ ഹറാമിൽ നിന്ന് ഇലൽ മസ്ജിദിൽ അഖ്സ, അൽ മസ്ജിദുൽ അഖ്സയിലേക്ക് അല്ലാഹുവിന്റെ റസൂലിനെ കൊണ്ടുപോയ അല്ലാഹു പരിശുദ്ധനാണ്. ബിഅബ്ദിഹി, ബിറൂഹിഹി എന്നല്ല, നബിന്റെ റൂഹിനെ കൊണ്ടുപോയി എന്നല്ല, മനാമിൽ കൊണ്ടുപോയി, സ്വപ്നത്തിൽ കൊണ്ടുപോയി എന്നുമല്ല, ആ അബ്ദിനെയും അല്ലാഹു കൊണ്ടുപോയി. ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ കൂടെ ബുറാഖ് എന്ന വാഹനത്തിന്റെ പുറത്ത്. തൊട്ടുപുറത്ത് എന്താ പറഞ്ഞത്? അല്ലാഹു മുഅ്മിനീങ്ങളുടെ കൂടെണ്ട്. നബി തങ്ങളെ മിഅ്റാജിന് കൂടെ കൂട്ടിക്കൊണ്ടുപോയതാണ് പിന്നെ പറയുന്നത്. ആ പറഞ്ഞ ആശയത്തെ ശരിവെക്കുകയാണ് തൊട്ടുപുറത്തെ സൂറത്ത്. അല്ലാഹു കൂടെണ്ട് എന്ന് പറഞ്ഞില്ലേ? അങ്ങനെ ബൈത്തുൽ മുഖദ്ദസിൽ നിന്ന് 7 ആകാശങ്ങളിലേക്ക്, അതിനപ്പുറത്തേക്ക് സിദ്റത്തുൽ മുൻതഹായും കടന്ന് ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ കൂടെ യാത്ര ചെയ്ത ആ ഒരു മഹാസംഭവമാണ് അൽ ഇസ്റാ വൽ മിഅ്റാജ്. ഇതുണ്ടായപ്പോഴേ അന്നത്തെ ചില പുതുമുസ്ലിമീങ്ങളായ ആളുകൾ ഇസ്ലാം എന്ന് പുറത്തു പോയിട്ടുണ്ട്. അവർ പറഞ്ഞു, ഇതെങ്ങനെ അപ്പം ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ എങ്ങനെ സമ്മതിക്കാൻ പറ്റുമോ? എന്നാ വേണ്ട, പോയിക്കോളി, അത്രേ ഉള്ളൂ. ഇസ്ലാമിൽ ഇപ്പോൾ ആളില്ലാത്ത കുഴപ്പമില്ലല്ലോ, ഇഷ്ടം പോലെ ആൾക്കാരാ. ഉള്ള ആൾക്കാർക്ക് ക്വാളിറ്റി ഉണ്ടായാൽ മതി. ഇത്രയും നമ്മൾ ആഗ്രഹിക്കുന്നുള്ളൂ, ക്വാളിറ്റി ഉള്ള ആൾക്കാരാവുക. നമ്മൾ എണ്ണം കുറഞ്ഞാലൊന്നും കുഴപ്പമില്ല. ഇപ്പോൾ എണ്ണത്തിൽ ഒരുപാടുണ്ട്, പക്ഷെ ക്വാളിറ്റി ഒന്ന് ഉഷാറാക്കാണ്ട് നമ്മളൊക്കെ പറയണം. ഞാനടക്കം നമ്മളെല്ലാവരും ക്വാളിറ്റിയായ വിഷയം. ക്വാളിറ്റി ഇല്ലാതെ കുറേ ആളുടെ എന്താ കാര്യം? യലൂമൂനനാ അന്നാ ഖലീലുൻ ഇദാദുനാ ഫഖുൽതു ലഹും ഇന്നൽ കിറാമ ഖലീലു. നല്ല മനുഷ്യന്മാർ കുറച്ച് മതി, കുറേ എണ്ണം വേണമെന്നില്ല. സുബ്ഹാനല്ലാഹ്. അല്ലാഹു തആല ഹബീബായ നബി തങ്ങൾക്ക് ഇങ്ങനെ ഒരു യാത്ര കൊടുത്തത് തന്നെ വമാ ജഅൽന റുയല്ലതി യറൈനാക ഇല്ലാ ഫിത്നതൻ ലിന്നാസ്, ഇത് ജനങ്ങൾക്ക് പരീക്ഷണമാണ്. നബിയെ ഇസ്റാ മിഅ്റാജ് ജനങ്ങൾക്ക് പരീക്ഷണമാണ്. അങ്ങനെ നടക്കോ? ആരായി ചോദിക്കുക? ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അതിന്റെ അർത്ഥം തിരിയാത്തവരാണ് ഈ ചോദ്യം ചോദിക്കുക. അല്ലാഹ് ഈസ് കേപ്പബിൾ ഓഫ് ഡൂയിങ് എനിത്തിങ് ഇൻ എനി വേ ഹി വാണ്ട്സ്. അല്ലാഹ് എല്ലാത്തിനും കഴിവുള്ള, അല്ലാഹു എല്ലാറ്റിനും കഴിവുള്ളവൻ. അല്ലാഹ് ഖദീറല്ലേ? അല്ലാഹ്ക്ക് എന്താ ചെയ്യാൻ പറ്റാത്തത്? ആ റബ്ബിനെ അങ്ങനെ മനസ്സിലാക്കുന്ന ഒരാൾ ഈ ചോദ്യം ചോദിക്കുവോ? എങ്ങനെയപ്പാ കൊണ്ടുപോയിട്ടുണ്ടാക്കാൻ നടക്കുവോ? ചോദിക്കൂല. അങ്ങനെ ചോദിച്ച ആളുകൾക്ക് ഈ സംഭവം ഒരു പരീക്ഷണമാണ്, ഫിത്നയാണ്. ഖുർആൻ പറയണം. അപ്പോൾ ഇത് സ്വപ്നമാണെങ്കിൽ പരീക്ഷണം വരില്ല. എന്തേ? സ്വപ്നത്തിൽ പലതും നടക്കാലോ, അങ്ങനെ ചിന്തിക്കാം അല്ലേ? ആത്മീയമായൊരു യാത്രയാണ്, അതൊക്കെ ഉണ്ടാവാൻ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ശരീരവുമായി അള്ളാഹുവിന്റെ ഹബീബിനെ കൊണ്ടുപോയി എന്ന് പറയുമ്പോൾ യുക്തിക്ക് തലച്ചോറിനെ വിശ്വാസം അടിമപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഇസ്ലാം യുക്തിഭദ്രമാണ്. ഇസ്ലാമിനെ മനസ്സിലാക്കണം. മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ദീന്റെ ശരീഅത്തിനെ അംഗീകരിക്കും. പിന്നെ അവിടെ യുക്തിക്ക് സ്ഥാനം കൊടുക്കേണ്ടതില്ല. എന്തുകൊണ്ടില്ല? ഇത് സത്യമാണോ, ധർമ്മമാണോ, ഇത് യാഥാർത്ഥ്യമാണോ, ഹഖീഖത്താണോ എന്ന് മനസ്സിലാക്കുന്നത് വരെ ബുദ്ധി ഉപയോഗിക്കണം. ഖുർആൻ അല്ലാഹുവിന്റെ കലാമാണെന്ന് മനസ്സിലാക്കണം. മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ അള്ളാഹുവിന്റെ ആയത്ത് കേൾക്കുമ്പോൾ പിന്നെ ബുദ്ധി അവിടെ മാറ്റിവെക്കുന്നവരാ മുഅ്മിനീങ്ങൾ. സമിഅനാ വ അത്വഅനാ, ഞങ്ങൾ കേട്ടു റബ്ബേ, ഞങ്ങൾ അനുസരിച്ചു റബ്ബേ. ഇതാണ് നമ്മൾ പറയേണ്ടത്. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം. ഹറാം എന്ന് പറഞ്ഞാൽ ശരിക്ക് ഹറാമായ കാര്യം കുട്ടികൾ അങ്ങനെ കേട്ടിട്ടുണ്ടാവും അല്ലേ? എന്താ നല്ലൊരു പള്ളിക്ക് ഹറാം എന്ന് പേരിട്ട് ചിലപ്പോൾ ചോദ്യം അല്ലെ? അങ്ങനെ ചിന്തിക്കില്ല മനസ്സിൽ. നല്ലൊരു മക്കത്തെ പള്ളിക്ക് അൽ മസ്ജിദുൽ ഹറാം, അൽ മസ്ജിദുൽ ഹലാൽ എന്ന് പറഞ്ഞാൽ പോരെ. ഹറാമിന് 2 അർത്ഥമുണ്ട്. ഒന്ന് പരിശുദ്ധമായത്, ആ അർത്ഥത്തിൽ ആ പള്ളിക്ക് പേരിട്ടത്. പിന്നെ ഹറാം എന്ന് പറഞ്ഞാൽ ചെയ്യാൻ പാടില്ലാത്തത്. ഇത് ഹറാമാണ്, ഹലാലാന്നൊക്കെ പറയുമ്പോൾ അങ്ങനെയാണ്, ചെയ്യാൻ പാടില്ലാത്തതാണ്. പക്ഷേ ഹറാം എന്ന വാക്കിന് തന്നെ എന്തുണ്ട്? മുഹറം, പരിശുദ്ധമാക്കപ്പെട്ടത്, വളരെ ശ്രേഷ്ഠമാക്കപ്പെട്ടത്. ശ്രേഷ്ഠമായ പള്ളി, ദ ഹോളി മോസ്ക് ഇൻ മക്ക, അതാണ് അൽ മസ്ജിദുൽ ഹറാം. അവിടെ നിന്ന് അള്ളാഹുവിൻ്റെ ഹബീബിനെ ജെറൂസലേം എന്നതിൻ്റെ പേര് ഈലിയ എന്നാണ്. ഈലിയയിലെ വിശുദ്ധമായ അൽ മസ്ജിദുൽ അഖ്സയുടെ അരികത്തേക്ക്, ആ പള്ളിയിലേക്ക് യാത്രയായി. ഒരു പള്ളിയിൽ നിന്ന് അടുത്ത പള്ളിയിലേക്കുള്ള യാത്ര. ആ യാത്രയിൽ പ്രവാചകന്മാർക്ക് മുഴുവനും അള്ളാഹു റിസറക്ഷൻ കൊടുത്തു എന്ന ഹദീസ് സ്വഹീഹായ ഹദീസാണ്. അവർക്കൊക്കെ അള്ളാഹു തആല ജീവൻ കൊടുത്ത് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പിന്നിൽ മഅ്മൂമീങ്ങളായി അവർ നിന്നു. നബി തങ്ങൾ ഇമാമായി 2 റക്അത്ത് നിസ്കരിച്ചു. അത് കഴിഞ്ഞിട്ട്
ജിബ്രീൽ അലൈഹിസ്സലാം നബി തങ്ങൾക്ക് 2 കപ്പ്, ഒരു കപ്പില് പാലായിരുന്നു, ഒരു കപ്പില് മദ്യമായിരുന്നു. കൊണ്ട് കൊടുത്തു. ഏതാ എടുക്കേണ്ടതെന്ന് പറഞ്ഞു കൊടുത്തില്ല. പുണ്യ നബിതങ്ങൾ ഇഖ്താറൽ ലബൻ, നബിതങ്ങൾ പാലാണ് എടുത്തത്. അപ്പൊ ജിബ്രീൽ തങ്ങൾ പറഞ്ഞു, നബിയെ ഇഖ്തർതൽ ഫിത്ര, ഏറ്റവും നല്ല പ്രകൃതി ശുദ്ധമായ ഒരു കാര്യമാണ് അങ്ങ് തിരഞ്ഞെടുത്തത്. അങ്ങെങ്ങാനും മദ്യമാണ് തിരഞ്ഞെടുത്തിരുന്നെങ്കിൽ അങ്ങയുടെ ഉമ്മത്ത് മുഴുവൻ കളുടെമാരായി പോയേനെ. പക്ഷെ അങ്ങ് തിരഞ്ഞെടുത്തത് പാലാണ്, അത് നന്നായി നബിയെ എന്ന് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം. മദ്യം നമുക്ക് പാടില്ല, അതുമായി ബന്ധപ്പെട്ടതൊന്നും നമ്മുടെ വായിലേക്ക് കടക്കരുത്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ, നമ്മുടെ മക്കളൊക്കെ അള്ളാഹു രക്ഷിക്കട്ടെ. ഏതെങ്കിലും വല്ല അലമ്പ് കമ്പനിയിലും പോയി പെട്ടവരൊക്കെ അള്ളാഹു തആല നന്നാക്കി കൊടുക്കട്ടെ, തെറ്റുകൾ അള്ളാഹു പുറത്തു കൊടുക്കട്ടെ, അള്ളാഹു ശുദ്ധിയാക്കി തരട്ടെ നമ്മളെല്ലാവരെയും. ആമീൻ യാ റബ്ബൽ ആലമീൻ. അവിടെ മസ്ജിദുൽ അഖ്സയുടെ മുന്നിൽ ഒരു പാറയുണ്ട്. ആ പാറക്ക് മുകളിൽ നിന്നൊരു പള്ളി എടുത്തിട്ടുണ്ട്. ആ പള്ളി സുലൈമാൻ ഇബ്നു അബ്ദുൽ മലിക് ഇബ്നു മർവാനോ എടുത്ത പള്ളിയാണ്. ആ പള്ളിയുടെ അതിൻ്റെ കുബ്ബ ഒരു സ്വർണ്ണ കുബ്ബയാണ്. ഫോട്ടോത്തിലെ കാണും മസ്ജിദുൽ അഖ്സ എന്ന് പറയുമ്പോൾ. മസ്ജിദുൽ അഖ്സ സ്വർണ്ണ കുബ്ബയല്ല, അത് ഒരു ചാരനിറമുള്ള കറുത്ത കുബ്ബയാണ്. ഈ സ്വർണ്ണ കുബ്ബുള്ളത് ശരിക്കും നബി തങ്ങൾ മെഹറാജ് പോയ പാറയുടെ മേലെടുത്ത പള്ളിയാണ്. ആ പള്ളിൻ്റെ ഉള്ളിലൊരു പാറയാണ്. ആ പാറയിൽ നിന്നാണ് 7 ആകാശങ്ങളിലേക്ക് പോയത്. ഫലസ്തീനിൽ പോയാൽ കാണും, ഇപ്പോൾ ഒരുപാട് ആൾക്കാർ യാത്ര പോകുന്നവരാ, കണ്ട ആൾക്കാർ ഇവിടെ തന്നെ ഉണ്ടാവും ഇഷ്ടം പോലെ. ഇല്ലേ, ഒന്ന് കൈപ്പൊക്കിയാട്ടെ. ജെറുസലേമിൽ മസ്ജിദുൽ അഖ്സയിൽ ഒരാളുണ്ട്. ആരാ? മുസ്തഫയ്ക്കാണ്? ബാക്കിലൊരാളുണ്ട്. 2 ആൾ മതി, ഇനി ഓരോട് ചോദിച്ചാൽ മതി ഇൻഷാ അല്ലാഹ്. അപ്പോൾ ആ ഒരു പാറയുടെ മുകളിൽ നിന്നാണ് മെഹറാജ് ഉണ്ടായത്. ബുറാഖ് എന്ന വാഹനത്തെ നബി തങ്ങൾ കെട്ടിയിട്ട ഒരു കല്ലുണ്ട്, ഒരു പാറുണ്ട്. ആ പാറക്കൊരു ഇരുമ്പിൻ്റെ വട്ടക്കണ്ണി കൊണ്ടിപ്പോൾ അവിടെ ചെറിയൊരു പള്ളിയുണ്ട്, മസ്ജിദുൽ ബുറാഖ് എന്ന പള്ളിൻ്റെ പേര്. ചെറിയൊരു അങ്ങനെ സ്റ്റെപ്പ് ഇറങ്ങി താഴേക്ക് ഇറങ്ങണം. മസ്ജിദുൽ അഖ്സ നിൽക്കുന്നൊരു കുന്നും പുറത്താണ്. ഇത് കുഴപ്പമാണല്ലേ? കുന്നുംപുറല്ലേ? ഇവിടെ കുളം ഉണ്ടായിരുന്നോ? പള്ളിനടുത്ത് കുളം ഉണ്ട്. മാഷാ അല്ലാഹ്. മസ്ജിദുൽ അഖ്സ നിൽക്കുന്ന ഒരു കുന്നിൻ്റെ മുകളിലാണ്. കുന്നുംപുറൊന്നും പേരുണ്ട, ഇവിടെ ഉണ്ടല്ലോ മൊത്തമായി. അതാണ് മസ്ജിദുൽ അഖ്സൻ്റെ താഴേക്ക് ഇറങ്ങിയാൽ അൽ ഹൈക്കൽ സുലൈമാനി, സുലൈമാൻ നബിൻ്റെ കാലത്തുള്ള പള്ളിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ പള്ളിൻ്റെ ഉള്ളിൽ താഴേക്ക് ഇറങ്ങിയാൽ കാണാൻ പറ്റും. അൽ മസ്ജിദുൽ മർവാനി മസ്ജിദ് ഉണ്ട്. ഇതൊക്കെ ഇപ്പോൾ നിൽക്കുന്ന പള്ളിയുടെ താഴെ അണ്ടർഗ്രൗണ്ടിലുള്ള പള്ളികൾ. അതൊരു കുന്നിൻ്റെ ചെരുവാണ്, താഴേക്ക് ഇങ്ങനെ പോവുകയാണ്. ഇപ്പോൾ കണ്ടാൽ പെട്ടെന്ന് നമുക്ക് തോന്നൂല. ഏതായിരുന്നാലും ആ യാത്ര നബിതങ്ങൾ ജിബ്രീൽ അലൈഹിസ്സലാമിൻ്റെ കൂടെ അള്ളാഹുവിൻ്റെ സന്നിധാനം വരെ പോയി. ഏത് സ്പീഡിലാണ് അള്ളാഹ് കൊണ്ടുപോയത് നബിയെ നമുക്കറിയൂല. പ്രകാശവേഗതയെക്കാളും എത്രയോ 10 മടങ്ങ് വേഗതയിലാണ് ആ യാത്ര എന്നതിൽ ഒരു സംശയവുമില്ല. എന്തുകൊണ്ട്? ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അള്ളാഹു എല്ലാറ്റിനും കഴിവുള്ളവനാണ്. അള്ളാഹുവിൻ്റെ ഹബീബിനെ അങ്ങനെ ഒരു യാത്ര കൊണ്ടുപോയി എന്ന് വിശ്വസിക്കുന്നവരാണ് മുസ്ലിമീങ്ങൾ. അതിന് ഒരു മടിയും നമുക്കില്ല. ചിലരൊക്കെ വെറുതെ ചോദിക്കും, നിങ്ങൾ ആ യാത്ര ഇസ്രാ മിറാജ് ഇപ്പോൾ വിശ്വസിക്കുന്നുണ്ടോ? ഉണ്ട്. ഇനി ഖിയാമത്ത് നാൾ വരെ, അവസാന ശ്വാസം വരെയും അത് ഹബീബിന്റെ മുഅ്ജിസത്താണ്. വിശുദ്ധ ഖുർആൻ പറഞ്ഞ വിഷയമല്ലേ? ഇത് പരീക്ഷണമായിരുന്നു, ഈമാൻ പരീക്ഷിക്കണം. അള്ളാഹ് ഇതിന് കഴിവുള്ളവനാണെന്ന് നമ്മൾ തിരിച്ചറിയുന്നിടത്താണ് ഈമാൻ പൂർത്തിയാവുന്നത്. നബി തങ്ങൾ സ്വർഗം കണ്ടു, നരകം കണ്ടു. സ്വർഗത്തിലേക്ക് ഞാൻ ചെന്ന് നോക്കുമ്പോൾ സ്വർഗത്തിലെ അധികം വരുന്ന ആളുകളും മിസ്കിന്മാരാണ്, പാവപ്പെട്ടവരാണ്, മുതലാളിമാർ കുറച്ചേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട് നബി തങ്ങൾ. നരകത്തിലേക്ക് ചെന്നു. അവിടെ പുരുഷന്മാരുടെയും പെണ്ണുങ്ങളുടെയും റേഷ്യോ നോക്കുമ്പോൾ പെണ്ണുങ്ങളാണ് അവിടെ കൂടുതൽ. അപ്പോൾ അവർ ചോദിച്ചു, നബിയെ ഞങ്ങളെന്താ അങ്ങനെ നരകത്തിൽ കൂടുതലായി പോയത്? നബിയെ ഞങ്ങൾക്കിപ്പോൾ എന്താ കുഴപ്പം? അപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, തുക്സിർനൽ ലഅന വതക്ഫുർനൽ അശീർ, നിങ്ങളെ തൊട്ടിനെ പിടിച്ചിനൊക്കെ ശപിക്കുന്നവരല്ലേ, ശാപത്തിന്റെ വാക്കുകൾ പറയില്ലേ, ലക്ഷണം കെട്ടത് അങ്ങനെ പറയാറില്ലേ? പിന്നെ തക്ഫുർനൽ അശീർ, നിങ്ങളുടെ കൂടെ ജീവിക്കുന്ന ഭർത്താവ് എത്ര പെർഫെക്റ്റ് അല്ലെങ്കിലും അയാൾ ചെയ്തു തരുന്ന സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ചില നേരത്ത് നിങ്ങൾ മറക്കും. ഒരു ഉപകാരങ്ങളെ കൊണ്ട് എനിക്കില്ലല്ലോ എന്നൊരു വാക്ക് നിങ്ങൾ ഭർത്താവിനോട് പറയാറില്ലേ? അതുതന്നെയാണ് നരകത്തിൽ കിടക്കാൻ കാരണമാകുന്ന 2 എണ്ണം എന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്ന് ശാപവാക്കുകൾ, അത് ആണുങ്ങൾ പറയുന്നവരുണ്ട്, പക്ഷെ പെണ്ണുങ്ങൾ ഇച്ചിരി കൂടുതലാണ്. പിന്നെ അത് നബിതങ്ങൾ അങ്ങനെ ഒരു ജനറലൈസ് ചെയ്ത് പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾക്കറിയാലോ, അള്ളാഹുവിൻ്റെ ഹബീബാണ്. മനുഷ്യ സൃഷ്ടിയും മനുഷ്യ സ്വഭാവ ഗുണങ്ങളും അതിൻ്റെ എല്ലാ മെക്കാനിസവും നബി തങ്ങൾക്കറിയാം, അള്ളാഹു അറിയിച്ചു കൊടുക്കുകയാണ്. തങ്ങളത് പറഞ്ഞു. അതിപ്പോൾ ഫെമിനിസ്റ്റുകളെ ചിന്താവാദം വെച്ചിട്ട് കാര്യമൊന്നുമില്ല, അതങ്ങനെയാണ്. നാഖിസാത്തു അഖ്ലിൻ വദീൻ എന്ന് പുണ്യനബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതൊരു ഹഖീഖത്താണ്. അന്ന് വെറുതെ മുളച്ചപ്പാണ്ടാക്കിയിട്ട് കാര്യമില്ല. അത് ഇരുന്ന് ചിന്തിച്ചാൽ മനസ്സിലാവും എന്താണ് ഇതിൻ്റെ ഉള്ളിൽ കിടക്കുന്ന പൊരുളെന്ന്. നരകം കണ്ടു നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം.
ചില ആളുകൾ ചില ചോരപ്പുഴയിൽ നീന്തുന്നുണ്ട്. അവര് കരയിലേക്ക് വരാനെടുക്കുമ്പോൾ കരയിൽ നിന്ന് കുറെ ആളുകൾ മൂർച്ചയുള്ള കല്ലുകൊണ്ടവരെ എറിയാണ്. അപ്പൊ കരയിലേക്ക് അടുക്കാൻ പറ്റാതെ ആ വെള്ളത്തിൽ തളർന്ന് മുങ്ങിപ്പോകാറായി അവർ തിരിച്ച് വീണ്ടും നടുക്കടലിലേക്ക് നീന്തുന്നു. വീണ്ടും തിരിച്ചു വരുന്നു. കരക്കെത്താൻ നേരത്ത് കുറെ ആൾക്കാർ ഇവരെ എറിഞ്ഞോടിക്കുകയാണ്. എന്താണ് ജിബ്രീലേ ഈ നടക്കുന്നത്? അലൈഹിസ്സലാം, പൊന്നാര നബിയെ, പലിശ തിന്നുന്ന ആളുകളായിരുന്നു നബി. അവര് വട്ടിപ്പലിശയായിരുന്നു പരിപാടി. 5000 കൊടുക്കുക, തിരിച്ചൊരു 6000 വേണമെന്ന് പറയാം. ഈ പരിപാടിയായിരുന്നു. അത്തരം ആളുകൾക്ക് അല്ലാഹു നൽകുന്ന ശിക്ഷയാണ് ഇത്. പലിശക്കാർക്ക് അല്ലാഹു നൽകുന്ന ശിക്ഷയാണ്. എന്നാൽ അതുമാത്രമല്ല, തൊട്ടതും പിടിച്ചതിനൊക്കെ പണയപ്പെടുത്തി ബാങ്കിൽ. ഞാൻ ചോദിക്കട്ടെ, സ്വന്തം ആധാരവും വീട്ടിലെ സ്വർണവും പണയപ്പെടുത്താത്ത ഒരു മുസ്ലിം വീട് ഉണ്ടാവും നമ്മുടെ നാട്ടിൽ? ഇല്ലേ? അപൂർവമായിരിക്കും. ഒരു വണ്ടി വാങ്ങാൻ വരെ ആധാരം അവിടെ, പെണ്ണുങ്ങളുടെ മഹർ അവിടെ, ഉമ്മാൻ്റെ പണ്ട് അവിടെ, കുട്ടികളുടെ സ്വർണ്ണം അവിടെ. എന്തിന്? പലിശക്കെടുക്കുക, എന്നിട്ട് പലിശ അടച്ചുകൊണ്ടിരിക്കുക, മരിക്കോളം പലിശ കൊടുക്കുക. 1 ലക്ഷം എടുത്തിട്ടുണ്ടാവുള്ളൂ, അടക്കുമ്പോൾ 50 ലക്ഷമാവും. ഇത് എങ്ങനെ പിന്നെ നമ്മുടെ കുടുംബത്തിലൊക്കെ ബർക്കത്തുണ്ടാവുക? എങ്ങനെ നമ്മുടെ കുട്ടികളൊക്കെ നന്നാവുക? എങ്ങനെ അവർക്ക് ഹിദായത്ത് ഉണ്ടാവുക? അള്ളാഹുവിനെ ദേഷ്യമാണെന്നാണ് പറഞ്ഞത്. അള്ളാഹുവിനത് ഇഷ്ടമല്ല. പക്ഷെ നമ്മളതന്നെ ചെയ്യുക. കല്യാണമുണ്ടോ, സൽക്കാരമുണ്ടോ, വേഗം എന്നാൽ പൊന്നെടുത്തിട്ട് കൊണ്ടുവെക്കുക. അവിടെ തിരങ്ങാടി പോകണോ, ഇവിടെ വെളിമുക്ക് പോകണോ, അല്ല ഇനി ജമ്മാട് പോകണോ, വെർപ്പനാടി പോകണോ, കോട്ടക്ക പോകണോ, ഇവിടെ പലിശ കുറച്ച് കുറവ്. എന്തായാലും വിഷം തന്നെയല്ലേ, കുറച്ചായാലും തോന്നിട്ടാലും. ഇങ്ങനെയാണ് നമ്മുടെ അവസ്ഥയുള്ളത്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. പിന്നെ ഒരു മനുഷ്യൻ കുടുങ്ങിയിട്ടുണ്ട്. ഒരു നിവൃത്തി മുമ്പിലില്ല. ഒരു നിലക്ക് നോക്കിയിട്ടും ഒരു വഴിക്കും സഹായം കിട്ടാനിടയില്ല. നമുക്ക് അള്ളാഹുവിനോട് ഉണ്ടെങ്കിൽ അദ്ദറൂറ തുബീഹുൽ മഹ്ദൂറ അങ്ങനെ പറയും. ഒരു അത്യാവശ്യ വിഷയത്തിൽ പെട്ടുപോയാൽ നിരോധിക്കപ്പെട്ട ഹറാമുകൾ ഒരുപക്ഷെ അനുവദിക്കപ്പെടും. കുടുങ്ങിപ്പോയാൽ അള്ളാഹുവിനോട് പറയാനുള്ള കാരണം വേണം. അല്ലെങ്കിൽ നമ്മുടെ വിഷയം ബുദ്ധിമുട്ടാണ്. പുണ്യനബി ഇത് കണ്ടു. എങ്ങനെയാണ് ചില ആളുകൾ ഒരു മൂർച്ചയുള്ള പാറക്കല്ലിൽ വന്ന് കുറേ ആളുകൾ നിരനിരയായി നിന്ന് തലങ്ങനെ കുത്തിപ്പൊട്ടിക്കുന്നുണ്ട്. കുത്തി ആ തല ചിന്നിച്ചിതറി കുറച്ചു നേരം അവർ തളർന്ന് വീഴുന്നു. പിന്നെ ആ തല ഇങ്ങനെ പൂർവ്വരൂപത്തിലേക്ക് വരുന്നു. വീണ്ടും അവര് മൂർച്ചയുള്ള കല്ലുകളിൽ ചെന്ന് തല കൊണ്ട് അവരെന്നെ ഇടിക്കുകയാണ്. അവര് തന്നെ തല്ലി പൊളിക്കുകയാണ് തല. ഹബീബായ നബി തങ്ങൾ ആ ഭീകരമായ രൂപം കണ്ടു. ജിബ്രീലേ, ഇതെന്താണ്? അല്ലാഹുവിന്റെ റസൂലിന്റെ ഹബീബിന് മറുപടി കൊടുത്തു, നബിയേ, കാനൂ യതസാഖലൂന സ്വലാഹ്, നിസ്കാരം തലക്ക് 24 മണിക്കൂറിൽ ഒരു 10 മിനിറ്റേ അള്ളാഹു ചോദിക്കണുള്ളൂ, അല്ലെങ്കിൽ 15 മിനിറ്റ്. ഇത്രേ ചോദിച്ചു. 24 മണിക്കൂർ വെന്റിലേറ്ററിൽ കൊടുക്കണ പൈസ അല്ല, ഫ്രീ ആയിട്ടാ ശ്വാസം, വെള്ളം, വായു, ജീവിതം ഒക്കെ അള്ളാഹു തന്നിരിക്കുക. 5-10 മിനിറ്റ് അള്ളാഹ്ക്ക് വേണ്ടി ഈ 24 മണിക്കൂർ എന്നൊരു 10-15 മിനിറ്റ് അള്ളാഹ്ക്ക് കൊടുക്കാൻ ഭാരമായിരുന്നു. അപ്പം അങ്ങനെ ക്ലോക്കൊക്കെ നോക്കി നിൽക്കുക പെണ്ണുങ്ങൾ. എപ്പോഴാണ് അസ്റാൻ കൊടുക്കണത്? ലോറിസ്കരിക്കാനേ. അപ്പം അസ്റാൻ കൊടുക്കാൻ നേരത്തെ ആ വക്കിൽ ബോർഡറിൽ ചെന്നിട്ട് ഒതുണ്ടാക്കിയിരിക്കുക. മുസ്ലിം അസറും കഴിഞ്ഞാൽ എണീക്കാലോ. ചിലത് പിന്നെ മാര്യമായിട്ട് രാത്രി പിന്നെ എല്ലാം കൂടെ കള്ളാ കൂട്ടല്. സുബ്ഹാനല്ലാഹ്. സുബ്ഹി കിട്ടാത്തവർ, സുബ്ഹി ജന്മത്തിൽ കിട്ടാത്ത ആൾക്കാരൊക്കെ ഉണ്ടാവും. യാ അല്ലാഹ്, എന്തൊരു ഷുമാൻ. അള്ളാഹു ആ മനുഷ്യന്റെ പ്രൊട്ടക്ഷൻ അങ്ങ് എടുത്തു കളയുന്നതാണ്. നോ പ്രൊട്ടക്ഷൻ. ഒരു നാട്ടിൽ ലോ ആൻഡ് ഓർഡർ ഇല്ലെങ്കിൽ, നിയമങ്ങളില്ലെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? നിയമപാലകന്മാരില്ല, കൊള്ളയായിരിക്കും. അള്ളാഹു നിങ്ങളുടെ നിയമം, നിങ്ങളുടെ സംരക്ഷണം അള്ളാഹു കൊണ്ട് ലിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിശാചുക്കൾ നിങ്ങൾ തട്ടിക്കൊണ്ടുപോകും. പിന്നെ മൊബൈൽ തുറന്നു നോക്കിയാൽ വേണ്ടാത്തതേ കാണൂ. അങ്ങനെ കിട്ടൂ. എന്തേ? നിങ്ങൾ അള്ളാഹുവിന് രാവിലെ നേരം റബ്ബ് പ്രൊട്ടക്ഷൻ നൽകുന്ന ഒരു കാര്യം ചെയ്തിട്ടില്ല. അത് സുബ്ഹി നിസ്കാരമാണ്. മൻ സല്ലൽ ഫജ്റ ഫീ ജമാഅ, ജമാഅത്തായിട്ട് സുബ്ഹി നിസ്കരിക്കുന്ന മനുഷ്യൻ ഫഹുവ ഫീ ദിമ്മത്തില്ലാ ഫലാ തുഖ്സിറുല്ലാഹ മിൻ ദിമ്മത്തിഹി അഹദ. അള്ളാഹുവിന്റെ സംരക്ഷണത്തിലാണ്. ആ സംരക്ഷണത്തിൽ കഴിയുന്ന മനുഷ്യന്മാരെ പോയിട്ടേ തോണ്ടാൻ നിൽക്കണ്ട, അവരെ കളിയാക്കാൻ പോവണ്ട, അവരെ ട്രോളാൻ നിൽക്കണ്ട. നിങ്ങളെങ്ങാനും അവരെ തൊട്ട് കളിച്ചാൽ അള്ളാഹു നിങ്ങളെ പിടികൂടും. യഫ്ലഹു വലൗ ഫീ ഖൈരി ബൈത്തി. നിങ്ങളുടെ വീടിന്റെ നടുക്കളത്തിൽ വെച്ച് അള്ളാഹു നിങ്ങളെ നാണം കെടുത്തും, നിങ്ങൾ സജ്ജനങ്ങളുടെ പിന്നാലെ പോയാൽ. അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിക്കുക സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ തലക്ക് ഭാരമുള്ളവർ നാളെ കൂർത്ത കല്ലുകളിൽ ഭാരമേറിയ തല ഒരു കുത്തിപ്പൊളിക്കുന്നതാണ് പുണ്യനബി കണ്ടത് സല്ലല്ലാഹു അലൈഹി വസല്ലം. ചില ആളുകളുടെ നാവുകൾ യുഖ്റദു ബി മഖാരീൽ, കുളത്തുകൾ ഇട്ടിട്ട് വായങ്ങനെ പൊളിച്ച് കളയാണ്. നാവ് ഇങ്ങനെ മുറിച്ച് കീറുന്നുണ്ട്.
രാക്ഷസന്മാരുടെ രൂപങ്ങളിൽ അവരുടെ നാവും വായയും ഇരുമ്പിൻ്റെ കുളത്തുകൊണ്ട് അവരിങ്ങനെ പറിച്ചെടുക്കുകയാണ്. അവർക്ക് വേദനിക്കുന്നുണ്ട്. വീണ്ടും അത് പഴയ രൂപത്തിൽ വീണ്ടും അങ്ങനെ തന്നെ. ആരാണ് നബിയെ ഇതൊക്കെ? ആരാണ് ജിബ്രീലേ? എന്താണ് ഇവർക്ക് പറ്റിപ്പോയത്? പുന്നാര നബിയെ നാട്ടുകാരുടെയും അയലോക്കക്കാരുടെയും സ്വന്തക്കാരുടെയും കുറ്റവും കുറവും പറഞ്ഞെടുക്കുന്ന പണിയായിരുന്നവർക്ക്. യാ അല്ലാഹ്, പിന്നെ അങ്ങനെ കീറി മുറിക്കുകയാണ്. ഈ നാവ് ഉപയോഗിച്ചിട്ടാണ് ഫിത്നി ഫസാദ് ഉണ്ടാക്കിയത്. ഇവിടെ പോയിട്ട് അമ്മായിനോട് പറയും, അമ്മായെ ഓൾക്ക് ഭയങ്കര ദേഷ്യങ്ങളോട് കേട്ടോ, ആ കുട്ടിക്ക് ആ സംഭവം തന്നെ അറിയുന്നുണ്ടാവില്ല. ഓളോട് ചെന്ന് പറയും, അമ്മായി എന്നെ കണ്ടാൽ കൊല്ലാൻ നിൽക്കാൻ കേട്ടോ. സുബ്ഹാനല്ലാഹ്, രണ്ടാളും തമ്മിൽ പിന്നെ പോരായി. ഈ രണ്ടും കത്തിക്കുന്നത് ഇടയിൽ കിടക്കുന്ന ഒരാണോ പെണ്ണോ ആയിരിക്കും. എന്നിട്ട് പ്രശ്നങ്ങളുണ്ടാക്കി. മഹല്ലുകൾ കത്തും. നമ്മുടെ പള്ളികളും മദ്രസകളിലൊക്കെ പ്രശ്നങ്ങളുണ്ടായത് അങ്ങനെയല്ലേ? അങ്ങോട്ടും ഇങ്ങോട്ടും പിരികയറ്റാണ്. നാവ് കൊണ്ട് ഫിത്നയും ഫസാദും പറയാണ്. പറഞ്ഞത് ശരിയാണോ എന്ന് പോലും പറഞ്ഞോ എന്ന് പറഞ്ഞ് ഓടുകയാണ്. പറഞ്ഞു എന്ന് പറയുന്ന ആൾ പറയണ സത്യം എന്നറിയണ്ടേ? അയാൾ പറഞ്ഞിട്ടുണ്ടോ എന്നറിയണ്ടേ? തഥബ്ബുത്ത് പോലുമില്ല. അത് ശരിയാണോ എന്ന് പോലും നോക്കാൻ നമുക്ക് സമയമല്ല. ഫിത്നയും ഫസാദും കത്തിക്കുന്ന ആളുകൾ അങ്ങനെ രണ്ട് തലകളും കത്തിക്കും. അതാളിപ്പടരും. ഇതിന് അല്ലാഹു നൽകുന്ന ശിക്ഷയാണ് നബിയെ അങ്ങ് കാണുന്നത് എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം. ഇതൊക്കെ നടന്നത് ഇസ്രാ മിഅ്റാജ് രാവിലാണ്. അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഖതബനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുതുബ മാ സമിഅ്തു മിഥ്ലഹാ ഖത്ത്. ഇത്രമേൽ ആഴത്തിൽ ഞങ്ങളെ ചിന്തിപ്പിച്ച ഒരു പ്രഭാഷണം, ഖുതുബ, അല്ലാഹുവിൻ്റെ റസൂലിൽ നിന്ന് ഞാൻ അതുവരെ കേട്ടിട്ടില്ല. ആ വഅദിനിടയിലാണ് നബി തങ്ങൾ പറഞ്ഞത്, ലൗ തഅലമൂന മാ അഅലം, ഞാൻ അറിയുന്ന പോലെ നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ, ലളഹിക്തും ഖലീല വലബകൈതും കസീറാ, നിങ്ങൾ കുറച്ചു മാത്രമേ ചിരിക്കുമായിരുന്നുള്ളൂ, നിങ്ങൾ ധാരാളം കരയുമായിരുന്നു എന്ന് നിബിതങ്ങൾ പറഞ്ഞ ഒരു സംഭവം എനിക്ക് ഓർമ്മയുണ്ടെന്ന് നിബിതങ്ങളുടെ ഖാദിമായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹു. എങ്ങനെയാണ് നരകത്തിൽ ശിക്ഷിക്കപ്പെടുന്നത്? എന്തൊക്കെയാണ് അല്ലാഹുവിൻ്റെ അദാബുകൾ? മരിച്ചു കിടക്കുന്ന മയ്യത്തിന് എന്തൊക്കെയാണ് ഖബറിൽ നടക്കാൻ പോകുന്നത്? ഇത് ഞാൻ അറിയുന്ന പോലെ നിങ്ങൾക്കറിയുമെങ്കിൽ നിങ്ങൾ എങ്ങനെയൊന്നും ചിരിക്കൂല. കാരണം എന്താ കഥ എന്നറിയില്ലല്ലോ, എങ്ങനെ ചിരിക്കാനാ? വലബകൈതും കസീറാ, നിങ്ങൾ ധാരാളം കരയുമായിരുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രഭാഷണ വേളയിൽ ഖുതുബയിൽ നിബിതങ്ങൾ പറഞ്ഞപ്പോൾ അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഫഖത്താ അസ്ഹാബു റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബിന്റെ സ്വഹാബിമാർ തല താഴ്ത്തുകയും മുഖം മറച്ചു പിടിക്കുകയും ചെയ്തു. വലഹും ഖനീൻ, അവർ തേങ്ങി കരയുകയായിരുന്നു. സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബികൾ തങ്ങൾ ഇത്രേ പറഞ്ഞുള്ളൂ, ഞാൻ അറിയുന്ന പോലെ നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ, ഞാൻ അറിയുന്ന പോലെ നിങ്ങൾക്കറിയുമായിരുന്നുവെങ്കിൽ. കാരണം അവിടുന്ന് ഇസ്രാ മിഅ്റാജ് കഴിഞ്ഞു വന്ന ഹബീബാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു അദൃശ്യ ലോകങ്ങളിൽ നടക്കാൻ പോകുന്നതെല്ലാം നബി തങ്ങൾക്ക് കാണിച്ചു കൊടുത്തിരിക്കുകയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ യാത്ര നടന്ന മാസത്തിലാണ് നമ്മൾ, റജബ് മാസത്തിൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതും അള്ളാഹുവിൻ്റെ വലിയൊരു സന്തോഷമുണ്ടതിൽ. ഒരു പരീക്ഷണം നൽകുന്നത് അള്ളാഹുവാണ്. സിറിയയിലെ തുർക്കി ബോർഡറിലൊക്കെ നടന്ന ആ ഒരു ഭൂകമ്പത്തിൻ്റെയൊക്കെ ആ ഒരു ഞെട്ടലിൽ നമ്മളൊക്കെ ഇങ്ങനെ കാണുന്നില്ല, വാട്സപ്പിലൊക്കെ ഇങ്ങനെ ഓരോന്ന് വരുന്നത്, ഓരോ ചിത്രങ്ങളും. ചെറിയ കുട്ടിക്ക് വാപ്പ കലിമ ചൊല്ലി കൊടുക്കുന്നതടക്കം, പിഞ്ചു പൈത്, ഉമ്മ പ്രസവിച്ചിട്ടുണ്ട്, പക്ഷേ പ്രസവിച്ച കുഞ്ഞിനെ എടുക്കാൻ പറ്റിയില്ല. ഭർത്താവും ഭാര്യയുമുണ്ട്, ഭാര്യ പ്രസവിച്ചു, ആ കുഞ്ഞിനെ രക്ഷാപ്രവർത്തകർ എടുക്കുമ്പോൾ പ്രസവിച്ച കുട്ടി അവിടെ കിടക്കുകയാണ് ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ. ആ കുട്ടീനെ എടുത്താൽ കൊണ്ടുപോകുന്നു. ഉമ്മി മാപ്പി മരിച്ചിട്ടുണ്ട്. ആ കുട്ടിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ആ കുട്ടി സുഖം പ്രാപിച്ചു വരുന്നു. എന്തൊക്കെയാണ് ഇതൊക്കെ റബ്ബേ! നമ്മുടെ നാട്ടിലും നമ്മൾ വിചാരിക്കും ഒരു ഭയങ്കര തെറ്റ് ചെയ്തിട്ടുണ്ടാവും, അതിലും വലിയ തെറ്റ് നമ്മൾ കുഴപ്പുറത്ത് നമ്മളിവിടെയോ നമ്മുടെ നാട്ടിലോ നമ്മുടെ പരിസരങ്ങളിലൊക്കെ നടക്കുന്നുണ്ടാവില്ലേ, അതിലും വലുതൊക്കെ. നമ്മളങ്ങനെ കുറ്റപ്പെടുത്തരുത്. എപ്പോഴും തെറ്റ് സംഭവിച്ചവർക്ക് മാത്രമല്ല പരീക്ഷണം വരുന്നത്, നല്ല മനുഷ്യന്മാർ. വസുൽസിലു, അമ്പിയാക്കന്മാർ നിന്ന സ്ഥലങ്ങളിൽ ഭൂകമ്പം ഉണ്ടായിട്ടുണ്ട്. ഖുർആനല്ലേ പറഞ്ഞത്? അമ്പിയാക്കന്മാർ നിന്നെടുത്ത് ഭൂകമ്പങ്ങളുണ്ട്. അള്ളാന്റെ നബിമാർ. അഫഹസിബതും അൻ തദ്ഖുലുൽ ജന്നഹ വലമ്മാ യഅതികും മസലുൽ ലദീന ഖലൗ മിൻ ഖബ്ലികും മസ്സതുഹുമുൽ ബഅസാഉ വല്ലറാഉ വസുൽസിലു. സിൽസാൽ, ഭൂകമ്പം. حتى يقول الرسول والذين آمنوا معه متى نصر الله ألا إن نصر الله قريب.
നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ നല്ല സുഖത്തിൽ ഇങ്ങനെ ജീവിച്ചു പോകാൻ പറ്റുമെന്ന്? ഒരിക്കലും ഉണ്ടാവില്ല. നമുക്ക് ആഗ്രഹിക്കാം പഠിച്ചോനെ ഒരു നല്ല സുഖത്തിൽ, ഒരു വേദന, ഒരു വിഷമം, ഒരു അപകടം ഒന്നുമില്ലാണ്ട് ഇങ്ങനെ റാഹത്തിൽ ഇങ്ങനെ ജീവിച്ചിട്ട് മരിക്കണേ. നടക്കൂല, അങ്ങനെ ഉണ്ടാവില്ല. പോലെ നബുലുവന്നക്കും അള്ളാഹ് പറയില്ല, ഞാൻ പരീക്ഷിക്കന്നെ ചെയ്യും നിങ്ങളെ. എന്നിട്ട് നിങ്ങളിൽ ആരാണ് ശരിക്ക് അള്ളാഹുവിൽ വിശ്വാസമുള്ളവർ, ആരാണ് ഇങ്ങനെ ഇങ്ങനെ അയലും ആടി നിൽക്കുക എന്നൊക്കെ പറയില്ലേ, ഇങ്ങനെ ആടി നിൽക്കണ പോലെ ആരാണ് ഈ വക്കത്ത് നിൽക്കണോ? പറമ്പിൻ്റെ മുതലാളിക്ക് വേണമെങ്കിൽ ഇവിടെ ഒരു കുളം കുത്താം, അപ്പുറത്തൊരു ടോയ്ലറ്റിന് കുഴി കുഴിക്കാം. ഭൂമിക്ക് പറയാം, എന്തിനാ എൻ്റെ സ്ഥലം ടോയ്ലറ്റ് ആക്കിയത്, ഇനിയും കുളാക്കി കൂടായിരുന്നോ? അത് മുതലാളിൻ്റെ ഇഷ്ടമാണ്. അള്ളാഹുവിൻ്റെ അടിമകൾക്ക് അള്ളാഹ് ഇഷ്ടമുള്ളത് അള്ളാഹ് ചെയ്യാം. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഇങ്ങനെ പെട്ടെന്ന് നിങ്ങളുടെ മുമ്പിൽ കഴിഞ്ഞു പോയവരുടെ പരീക്ഷണങ്ങളൊന്നും നിങ്ങളറിയാതെ നിങ്ങൾക്ക് പോകാൻ പറ്റുമെന്ന് വിചാരിക്കുന്നുണ്ടോ? ചിലപ്പോൾ ശാരീരികമായി അനുഭവിക്കുന്ന പ്രയാസത്തെക്കാൾ മാനസികമായ പ്രയാസം നിങ്ങൾ അനുഭവിക്കേണ്ടി വരും. ഇങ്ങനെയെങ്കിലും അള്ളാഹ് പരീക്ഷിക്കും. ഇപ്പോൾ NRC വിഷയങ്ങളൊക്കെ വന്നപ്പോൾ ഭയങ്കരമായിട്ട് മാനസികമായ വലിയൊരു പിരിമുറുക്കം വിശ്വാസികൾക്കും ന്യൂനപക്ഷങ്ങൾക്കൊക്കെ ഇവിടെ ഉണ്ടായില്ലേ? അതിൻ്റെ ബേജാറിൽ പലരും ഇനിയിപ്പോൾ എന്തിനപ്പോൾ ഇവിടെ നിൽക്കണോ വേണ്ടേ അങ്ങനെയൊക്കെ ചിന്തിച്ചു തുടങ്ങി. ഒന്നും അള്ളാൻ്റെ ഖലാഹല്ലാതെ ഒരു പോക്കിരി എന്ത് വിചാരിച്ചാലും ഇവിടെ നടക്കാൻ പോണില്ല. അള്ളാഹ് കണക്കാക്കിയത് മാത്രമേ നടക്കൂ. ഫിർഔൻ ഇവിടെ എന്തൊക്കെ പറഞ്ഞു പോയി? അള്ളാഹു തീരുമാനിക്കുന്നതാണ്. 70-60 കൊല്ലം പിടിച്ചു നിർത്തി. പക്ഷെ അള്ളാഹു മൂസ നബിയുടെ ദുആക്ക് ഉത്തരം കൊടുത്തു. 60 കൊല്ലം കഴിഞ്ഞ ശേഷം പിടിച്ചു മുക്കിക്കളഞ്ഞു. അള്ളാഹുവിൻ്റെ തീരുമാനമേ നടക്കൂ. ഇത് നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നുണ്ടോ? നിങ്ങളുടെ വീട്ടിലും നിങ്ങളുടെ കുട്ടികളിലും നിങ്ങളുടെ ഭാര്യയിലും നിങ്ങളുടെ കുടുംബത്തിലും നിങ്ങളുടെ ജോലിയിലും നിങ്ങൾക്ക് അള്ളാഹുവിനെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടോ? ഇതൊന്നും ഒരു പ്രയാസം അറിയാതെ നിങ്ങൾ ഇങ്ങനെ കഴിഞ്ഞു പോകും എന്നാണോ വിചാരിക്കുന്നത്? വസുൽസിലു, അവർക്ക് ഭൂകമ്പങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അല്ലാഹു തആല പറയാ, യാ അല്ലാഹ് വസുൽസിലു ഹത്താ യഖൂല റസൂലു വല്ലദീന ആമനൂ മഅഹ്, നബിയും ആ നബിയുടെ കൂടെ വിശ്വസിച്ച ആളുകളും പറയാൻ തുടങ്ങി, മതാ നസ്റുല്ലാഹ്, അള്ളാന്റെ സഹായം എവിടെയാണ് റബ്ബേ? നബി ഞങ്ങളുടെ കൂടെ ഉണ്ട്, എന്നിട്ടും ഭൂകമ്പമോ? സ്വാലിഹീങ്ങളും പള്ളി മദ്രസൊക്കെ ഉണ്ടാവും ചിലപ്പോൾ അവിടെ. അല്ലാഹു തആല നമ്മുടെ ഈ പരിപാടിക്ക് വേണ്ടി സഹായിക്കുന്ന എല്ലാവർക്കും സഹായിച്ചവർക്കൊക്കെ അല്ലാഹു ഖൈറും ബറക്കത്തും ചെയ്യട്ടെ. ഒരു 3 സ്വലാത്തുൽ നിന്ന് അല്ലേ, കുറേ സമയം ഇരിക്കുന്ന, ഒന്ന് ഫ്രഷ് ആവണ്ടേ? ഒന്ന് എഴുന്നേറ്റോളൂ. എഴുന്നേൽക്കാൻ ബുദ്ധിമുട്ടില്ലവർ എഴുന്നേൽക്കും വേണ്ടേ? കൈയൊക്കെ ഒന്ന് പൊക്കിക്കൂടി, നല്ല സുഖം ഉണ്ടാവും, നല്ല റാഹത്ത്. ചെറിയൊരു എക്സസൈസൊക്കെ 2-3 വട്ടം കൈയൊക്കെ ഒന്ന് പൊക്കി കാലൊക്കെ ഒന്ന് കുടഞ്ഞാൽ നല്ല റാഹത്ത്. നിങ്ങൾ നിൽക്കുമ്പോൾ ഞാൻ ഇരിക്കുക വേണ്ടത്, പക്ഷെ സാരല്ല, ഞാൻ ഇരിക്കാൻ നിന്ന സമയമില്ല. നമുക്ക് 3 സ്വലാത്ത് ചൊല്ലാം ഇൻഷാ അല്ലാഹ്. ഒരു 1/4 മണിക്കൂറിനിടയ്ക്ക് നമ്മളിങ്ങനെ നിർത്തും. ഒരു പോകാനുള്ള സൗകര്യത്തിനും കൂടിയാണത്. ഇടയ്ക്ക് ഇങ്ങനെ ഇരുന്ന അടിയിൽ പോകുമ്പോൾ വലിയ ഇടങ്ങാറ്, എല്ലാവരും ഇങ്ങനെ നോക്കും. അപ്പോൾ ഈ നീച്ചിക്കണ അടിയിൽ പോകാൻ പറ്റും. ഇനി 1/2 മണിക്കൂറിൻ്റെ അടുത്ത സ്റ്റോപ്പുള്ളൂ കേട്ടോ. അതുകൊണ്ട് പോകണമല്ലോ, ഇപ്പോൾ തന്നെ പോയിക്കോളി. صلوا على النبي محمد وآله. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. നമ്മൾ ഈ കുളപ്പുറത്തുനിന്ന് ഈ ചൊല്ലുന്ന സ്വലാത്ത്, ഇത് ഹബീബായ നബിയുടെ റൗളയിലേക്ക് മലക്കുകൾ തൽക്ഷണം എത്തിച്ചു കൊടുക്കും. നിങ്ങളിപ്പോൾ മക്കൾക്ക് സൗദിക്ക് ഫോൺ ചെയ്ത് അപ്പം കേൾക്കൂല, അവിടെ 1/2 സെക്കൻഡിൻ്റെ വ്യത്യാസം പോലും വരുന്നില്ലല്ലോ. നെറ്റിൽ വിളിക്കുമ്പോഴൊക്കെ ഉണ്ടാവുള്ളൂ അല്ലേ? ഡയറക്റ്റ് കോൾ ചെയ്യാണ്, നെറ്റ്വർക്ക് ടു നെറ്റ്വർക്ക് ആണെങ്കിൽ പെട്ടെന്ന് അങ്ങനെ നമ്മൾ പറയുന്ന പോലെ സംസാരിക്കല്ലേ. അള്ളാഹുവിൻ്റെ റസൂലിന് ഈ സ്വലാത്ത് ഇങ്ങനെ എത്തിച്ചു, ഇങ്ങനെയല്ല ഇതിൽ ഫാസ്റ്റിൽ നബിതങ്ങൾക്ക് അള്ളാഹ് എത്തിച്ചു കൊടുക്കും. അതിന് മാത്രം ഒരു മലക്കുകളുണ്ട് അള്ളാഹ്, അവരുടെ ജോലി അതാണ്. അപ്പം ഇങ്ങനെ ആരൊക്കെയാണ് ചൊല്ലണത് എന്നൊക്കെ പുണ്യ നബിക്ക് അറിയാൻ പറ്റും. നമ്മളെ പേരും നമ്മുടെ വാപ്പയുടെ പേരും അള്ളാഹുവിൻ്റെ റസൂലിന് വിവരം കിട്ടുന്നു എന്ന് പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇസ്മഹു വസ്മ അബീ, വാപ്പാൻ്റെ പേരും നമ്മളെ പേരും അടക്കം അഡ്രസ്സ് ഉണ്ടാവും ഓരോ സ്വലാത്തിനും. അപ്പം അങ്ങനെ തന്നെ നിയ്യത്തിന് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അടുത്തേക്ക് പോകുന്ന സംഗതിയാണ്. അള്ളാഹു സ്വീകരിക്കട്ടെ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വബാരിക് വസല്ലിം അലൈഹി. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ وعلى آل سيدنا محمد وبارك وسلم عليه
അള്ളാഹു നമ്മുടെ സ്വലാത്ത് സ്വീകരിക്കട്ടെ, ഹബീബിൻ്റെ ഹദറത്തിലേക്ക് അള്ളാഹ് എത്തിച്ചു കൊടുക്കട്ടെ. ഇതിൻ്റെയൊക്കെ പുറക്കത്ത് കൊണ്ട് അള്ളാഹുടെ ദുആക്ക് ഉത്തരം നൽകട്ടെ. ഇരിക്കേണ്ട മുമ്പ് ആ പേസൊക്കെ ഒന്ന് എടുത്തെളി, നമ്മൾക്ക് സംഘാടന ബക്കറ്റായിട്ട് വരുന്നുണ്ട്, മറ്റേ അതിങ്ങനെ പുറത്തെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നല്ലൊരു നീയത്ത് കൊടുത്തോളിട്ടോ ഇൻഷാ അല്ലാഹ്. ഈ ബക്കറ്റ് കൊടുക്കേണ്ടത് ഭയങ്കര കൂലിയായിരിക്കും. അത് നിങ്ങൾക്കും പഠിച്ചവന് മാത്രമേ അറിയുള്ളൂ എന്താ ഇട്ട് കൊടുക്കുന്നത്, എന്ത് പറ്റിക്കാൻ പറ്റും. ചില്ലറായിട്ട് അവിടെ നിന്ന് ചെറുതിട്ട് വലുത് ചില്ലറ എടുക്കല്ലേ, എന്തെങ്കിലും അങ്ങോട്ട് കൊടുക്കുക. വലിയൊരു ചിലവും കാര്യം വരുന്ന സംഗതിയാണിത്. അൽഹംദുലില്ലാഹ്, അള്ളാഹു വിജയിപ്പിക്കട്ടെ. നിങ്ങളെന്താ കൊടുക്കണത് അള്ളാഹ്ക്ക് അറിയട്ടോ. ആ ബോധത്തിൽ തന്നെ ഇന്ന് കൊടുക്കണത് റബ്ബേ കുറേ കുരുത്തക്കിടക്കാൻ പറ്റിയിട്ടുണ്ട് പഠിച്ചവനൊക്കെ നീ പുറത്തന്നെ റബ്ബേ, ഞാൻ ഇൽമിൻ്റെ മജ്ലിസിൽ കൊടുക്കുകയാണ് എന്ന നീയത്തോടു കൂടെ തന്നെ ആയിക്കോട്ടെ. അള്ളാഹു നമുക്കൊക്കെ പുറത്ത് തരട്ടെ. ആമീൻ. ഇല്ലാത്തവരോ കൊടുക്കും വേണ്ട കേട്ടോ. നിങ്ങൾ നീയത്തിന് അള്ളാഹു കൂലി തരും ഇൻഷാ അല്ലാഹ്. ചില എൻ്റെ അടുത്തില്ലല്ലോ. അതെ, നമ്മൾ ഷാർജയിലെ നമ്മുടെ 2 സുഹൃത്തുക്കൾ, ഷാജഹാനും മുജീബും. മാഷാ അല്ലാഹ്, മാഷാ. മുജീബ് ഖത്തറിന്ന് കണ്ടിരുന്നു. ഷാജഹാൻ മാഷാ അല്ലാഹ്. അള്ളാഹു അവരുടെയൊക്കെ സേവനങ്ങൾ അള്ളാഹു സ്വീകരിക്കട്ടെ. അൽഹംദുലില്ലാഹ്. ഒരുപാട് ചിലവ് വരുന്ന പരിപാടി പറയേണ്ട ആവശ്യമില്ലല്ലോ. ഞാൻ പ്രത്യേകിച്ച് ഇങ്ങോട്ട് നാട്ടിലേക്ക് വരികയാണ് വേറെ പറയാൻ വേണ്ടി. എന്നിട്ട് അങ്ങോട്ട് തിരിച്ചു പോവാണ്. അപ്പോൾ എനിക്ക് ടിക്കറ്റൊക്കെ എടുക്കുമ്പോൾ കുവൈത്തിൽ നിന്നാണ് വന്നത്. അപ്പോൾ എന്ത് ചെയ്യും, അതിനൊക്കെ ചിലവുണ്ട്. അപ്പോൾ അതേ പറയും, മുജുക്ക അതൊക്കെ പറ്റുമെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഉസ്താദ് വന്നിട്ട് കടയിൽ പോയി എന്ന് പറയാൻ നിൽക്കരുത്. ഞാൻ വേറെ പറഞ്ഞുതരും, പൈസക്ക് ഒരു ഗ്യാരണ്ടി ഇല്ല, അത് ആൾക്കാർ തന്നാങ്ങൾ വാങ്ങിക്കോളി. അപ്പോൾ എന്ത് ചെയ്യണം, നിങ്ങളെ സഹായിക്കണം. പിന്നീട് ജന്മത്തിൽ പരിപാടി വെക്കൂലോ ഒരു കടങ്ങാനും വിട്ടുപോയാൽ, കടത്ത് പെട്ടുപോയാലേ വേറെ വെച്ചിട്ട് കടയിൽ പോയി എന്ന് പറയില്ലേ, അങ്ങനെ ആവരുത്. അതുകൊണ്ട് എന്ത് ചെയ്യുക, ഒന്ന് സഹായിക്കണം. നമുക്കൊക്കെ വേണ്ടിയല്ലേ ഇത്. അൽഹംദുലില്ലാഹ്, അള്ളാഹു സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. യാ അല്ലാഹ്. അനസ് റളിയല്ലാഹു അൻഹു പറയട്ടെ, ഫഗത്താ അസ്ഹാബു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വജൂഹഹും വലഹും ഖനീൻ. അവരെല്ലാം മുഖം മറച്ചു പിടിച്ച് തല താഴ്ത്തി നിന്ന് പുണ്യ നബി ഇങ്ങനെ പറയുമ്പോൾ നിങ്ങളിങ്ങനെ വല്ലാണ്ട് ചിരിക്കൂലായിരുന്നു, നിങ്ങൾ ധാരാളം കരയുമായിരുന്നു. വല ഖറജ്തും ഇല സ്സഉദാത്ത് വലസ്തംതഅതും ബിന്നിസാഇ അലാ ഫുറുഷികും. അങ്ങനെയൊക്കെ ഹദീസിലുണ്ട്. നിങ്ങൾക്കൊരു പക്ഷേ നിങ്ങളുടെ ഭാര്യയുടെ കൂടെ ഒന്ന് ശയിക്കാൻ പോലും നിങ്ങൾക്ക് തോന്നിയില്ല എന്ന് വരും. നിങ്ങൾ ഇറങ്ങി ഓടും. തജ്അറൂന ഇലല്ലാഹ്, പടച്ചോനെ എന്നെ ഒന്ന് എടുത്തേക്കണമേ എന്ന് പറഞ്ഞ് നിങ്ങൾ ഓടുമായിരുന്നു. ഞാൻ അറിയുന്ന പോലെ നിങ്ങൾക്കറിയുമെങ്കിൽ പരലോകത്തിന്റെ വിഷയം. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് കണ്ട് അനുഭവിച്ചവരാനുബിധങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വഹാബികൾ കരയുകയാണ്. നമ്മുടെ ഹൃദയങ്ങൾക്ക് ഇതുപോലെയുള്ളൊരു പ്രതികരണം വേണം. നമ്മുടെ ചർച്ച അതാണ്, പ്രതികരണം വേണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബിമാരും ഒരു ജനാസ മറവ് ചെയ്യുകയാണ്, ഒരു മയ്യത്ത് മറവ് ചെയ്യുകയാണ്. യാ അല്ലാഹ്. ഖബർ ഒഴിക്കാൻ, ഖബറിൽ മയ്യത്തിനെ ഇറക്കി വെക്കാനും മയ്യത്ത് കുളിപ്പിക്കാനും ചില ആളുകൾക്ക് അല്ലാഹു ഒരു കരുത്ത് കൊടുക്കുകയാണ്. അല്ലെങ്കിൽ പല മയ്യത്തും മണ്ണ് കത്തൂല. എല്ലാവർക്കും പേടിയെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? മയ്യത്ത് കുളിപ്പിക്കാൻ ആളുണ്ടാവോ? ചില പെണ്ണുങ്ങളൊക്കെ ഉണ്ട് മാഷാ അല്ലാഹ്, നല്ല ധൈര്യമുള്ള ഉമ്മമാർ. എവിടെ ഈ പരിസരത്ത് ജനാസ ഉണ്ടെങ്കിലും മയ്യത്ത് ആരെങ്കിലും മരണപ്പെട്ടാൽ അവരെ കുളിപ്പിക്കാൻ അവരെത്തും. അങ്ങനത്തെ കുറച്ച് ചെറുപ്പക്കാരുണ്ട് ആണുങ്ങളെ കുളിപ്പിക്കാൻ. അല്ലാഹു മനസ്സിന് കൊടുക്കുന്ന ഒരു അസ്മാണ്, ഒരു കരുത്താണത്. അത് അല്ലാഹ് കൊടുത്തിട്ടില്ലെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? ഖബറിലേക്ക് മയ്യത്തിനെ താഴ്ത്തി വെക്കുന്നത്. ഇന്നലെ വരെ നമ്മുടെ കൂടെ ഉണ്ടായ ആളുകൾ ഭൂമിൻ്റെ ഉള്ളിലേക്ക് പോവല്ലേ? അത് ചെറിയ വിഷയമാണോ? നമ്മൾ ശരിക്കും ഇരുന്ന് ആലോചിച്ചാണ്ടല്ലോ നമ്മൾക്കൊക്കെ ഉറക്കം കിട്ടൂല, പേടിച്ചിട്ട് ഉറങ്ങാൻ കഴിയില്ല. നമ്മളിങ്ങനെ മറക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഈ മറവി വല്ലാത്തൊരു അനുഗ്രഹമായി തോന്നും. അപ്പോൾ അല്ലെങ്കിലൊന്നും ഒരാളും ഒന്നിനും നിൽക്കൂല, പേടിച്ചിട്ട് റബ്ബേ എന്തായിരിക്കും അവസ്ഥയെന്ന്. ഒരു ജനാസ, നബിതങ്ങൾ ജനാസകൾ അനുഗമിക്കുമായിരുന്നു. ഒരു ജനാസ, ഒരു മയ്യത്തിന് വേണ്ടി മയ്യത്ത് നിസ്കരിക്കാൻ നിങ്ങൾ എത്തിയാൽ ഫലഹു ഖീറാത്ത്, ഒരു ഖീറാത്തിന്റെ പ്രതിഫലം നിങ്ങൾക്കുണ്ട് എന്ന് പറഞ്ഞു. അവർ എന്താ നബിയെ ഖീറാത്ത്? ആ മയ്യത്തിനെ നിസ്കരിച്ചു കഴിഞ്ഞ് മറവ് ചെയ്യുന്നവരെ നിങ്ങൾ അവിടെ നിന്നാൽ ഫലഹു ഖീറാത്താൻ, 2 ഖീറാത്ത് അവർക്ക് പ്രതിഫലമുണ്ട്. വമൽ ഖീറാത്തു യാ റസൂലല്ലാഹ്, എന്താണ് നബിയെ ഖീറാത്ത് എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിച്ചത്? ഖാല മിസ്ലു ജബലി ഉഹുദിൻ, ഉഹുദിന്റെ മലയോളം വരുന്ന പ്രതിഫലം കിട്ടുന്നു. ഒരു മയ്യത്തിന്റെ കൂടെ ഒരു അരമണിക്കൂർ 1 മണിക്കൂർ ചെലവഴിച്ചാൽ ഉഹുദ് മലയോളം വരുന്ന പ്രതിഫലം. യാ അല്ലാഹ്. നമ്മുടെ കുട്ടികളൊക്കെ ഒന്ന് പക്വതയും പ്രായമൊക്കെ ഉള്ള, അതായത് അതിന് പറ്റുന്ന ചെറിയ കുട്ടികളെ കൊണ്ട് പേടിപ്പിക്കേണ്ട, അല്ലാത്ത പക്വതയുള്ള മക്കള് കാണണം എന്താണ് ഖബർ, എവിടെയാണ് നമ്മൾ പോയി കിടക്കുന്നത്. നമ്മുടെ വീട് വിട്ട് നമ്മൾ കിടക്കുന്ന സ്ഥലം ഇവിടെയാണ്. ഒരുപക്ഷെ നമ്മുടെ നാട്ടിലൊക്കെ നമുക്ക് കിട്ടുന്ന വലിയൊരു സൗഭാഗ്യത ഗൾഫിലെ കുട്ടികൾക്കൊന്നും കിട്ടൂല, അവരും ഖബർസ്ഥാൻ കാണാൻ കിട്ടുന്നില്ല. പക്ഷെ നമ്മുടെ നാട്ടിലേതൊക്കെ ഉള്ളൂ. ഒരു മയ്യത്തിനെ മറവ് ചെയ്യുന്ന അനുഭവം ഒരുപാട് വാളിനേക്കാളും ഉപകാരം സിദ്ധിക്കും.
പടച്ചോനെ എന്താണ് എൻ്റെ അവസ്ഥ റബ്ബേ? നമ്മൾ വെറുതെ കബർ കുഴിച്ച് കടന്നു നോക്കി ഒറ്റയ്ക്ക് എണീക്കാൻ കഴിയില്ല. അങ്ങനെ കാല് മടക്കി കുത്താൻ പറ്റില്ലല്ലോ ഇതിന് എണീക്കണമെങ്കിൽ. ഒരു മയ്യത്തിന് കിടക്കാനുള്ള സ്ഥലമല്ലേ ഉള്ളൂ. ഒരു മയ്യത്ത് കിടത്തണ പോലെ ഒരു കബറിൽ ജീവനുള്ള ഒരാളെ കിടത്തിയാലേ അത്രക്ക് മസിലൊക്കെ വേണം, ആരോഗ്യം വേണം ഒറ്റയ്ക്ക് എണീക്കണമെങ്കിൽ. തിരിയാൻ മലർന്ന് കിടന്നിട്ട് കാലൊക്കെ ഒന്ന് വെച്ച് അങ്ങനെ എണീക്കാൻ പറ്റൂലല്ലോ. ആ കിടപ്പല്ലേ. യാ അല്ലാഹ്, ആലോചിച്ച് നോക്കി. എത്രയോ വീതിയുള്ള വിശാലതയുള്ള കണ്ണെത്താ ദൂരത്തേക്ക് വിശാലമാകുന്ന സ്വർഗ്ഗലോകങ്ങൾ അവിടെ അല്ലാഹു ചില ആളുകൾക്ക് കൊടുക്കുന്നുണ്ട്. കാണുന്നില്ലേ? ചില കബറൊക്കെ തുറന്നാൽ ഒരു കുഴപ്പമില്ലാതെ കാണുന്നില്ലേ? വാട്സപ്പിലല്ലാത്തതിലൊക്കെ പലതും കാണുന്നില്ലേ? നമ്മുടെ കണ്ണിൽ നാട്ടിലനുഭവങ്ങൾ ഉണ്ടാകുന്നില്ലേ? ചില കബറൊക്കെ അങ്ങനെ ഇടിഞ്ഞു പോകുമ്പോൾ ഒരു കുഴപ്പമില്ലാതെ കിടക്കണം. 30, 40, 50 കൊല്ലം മുമ്പ് മരിച്ചുപോയ ഇപ്പുറത്താള് പൊടിപൊടിയായി പോയിട്ടുണ്ടാവും. മണ്ണിന്ന് കാണാനോ കിട്ടുന്നില്ല. പക്ഷെ ഇപ്പുറത്താളുടെ കഫംപുട പോലും ഒന്നും ആയിട്ടില്ല. അള്ളാഹുവിൻ്റെ ലോകമാണിത്. ഇതിനൊന്നും സയൻസിൽ ഉത്തരല്ല. അപ്പോൾ ഒരു പറയും ഈ മണ്ണിന് ചില പ്രത്യേകത ഉണ്ടാവും, അങ്ങനെയൊക്കെ പറയാൻ പറ്റുള്ളൂ. എന്നപ്പുറത്ത് മണ്ണെന്നല്ലേ ഇത്? അല്ല, അതിന് ചില ഘടകങ്ങൾ ചില ലാബ് കൊണ്ടുപോയോക്കട്ടെ. നിന്റെ ലാബിൽ തിരിയുന്ന വിഷയമല്ല ഇത് ആലമുൽ ബർസഖാൻ. ഇത് ബർസഖിൻ്റെ ലോകമാണ്. അവിടെ നടക്കുന്നത് പുണ്യനിബിധങ്ങൾ നമുക്ക് വിശദീകരിച്ചെന്നു. എന്നിട്ടും എന്തേ നമുക്ക് ബോധ്യപ്പെടാത്തത് റബ്ബേ? നൂറ്റാണ്ടുകൾ പഴക്കമുള്ള മയ്യത്തുകളുണ്ട് അങ്ങനെ, ഒരു കുഴപ്പമില്ലാത്തത്. അന്ധവിശ്വാസം പറയല്ല, ദാറ്റ് ഈസ് റിയാലിറ്റി. അതറിയാത്തത് കൊണ്ട് പറയും ചില ആൾക്കാരങ്ങനെ. ഉള്ള യാഥാർത്ഥ്യമാണ്. പരലോകം സത്യമാണെന്ന് അല്ലാഹു ബോധ്യപ്പെടുത്താൻ ചില സാമ്പിളുകൾ കാണിച്ചു തരികയാണ്. അത്ര മതിയല്ലോ. അരി വെന്തുക്കണോ ചോറ് വെന്തുക്കണോ എന്നൊക്കെ എല്ലാ വച്ചെടുത്ത് തൊട്ടോക്കോ. ഉമ്മ ആ കയ്യിലും വന്ന് 2 എണ്ണക്കല്ലേ എടുത്തോക്കുള്ളൂ. അത് മതി. നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ്. പുണ്യനിബിധങ്ങൾ ആ ജനാസയുടെ അരികത്തുണ്ട്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറമാടി കഴിഞ്ഞതിന് ശേഷം ആ മയ്യത്തിന് വേണ്ടി ദുആ ചെയ്തു കൊടുക്കുന്നു. അല്ലാഹുമ്മഗ്ഫിർ ലഹു വർഹംഹു. അല്ലാഹുവേ, ഈ മരിച്ചു കിടക്കുന്ന എൻ്റെ അനുയായിക്ക് നീ പുറത്തു കൊടുക്കണമേ. വർഹംഹു, അവർക്ക് റഹ്മത്ത് ചെയ്യണമേ. വആഫിഹി വഅഫു അൻഹു, പരീക്ഷണങ്ങളിൽ നിന്ന് കാക്കണമേ, വിട്ടുവീഴ്ച ചെയ്യണമേ. വഅക്രിം നുസുലഹു. എന്താണ് ആ വാക്കിനർത്ഥം എന്നറിയോ? അക്രിം നുസുലഹു, നിന്റെ അതിഥിയായി വന്നതാണ് റബ്ബേ. നിന്റെ അതിഥിയുടെ സൽക്കാരം വളരെ റാഹത്തിലും സന്തോഷത്തിലുമുള്ള ഭക്ഷണം കൊടുക്കണേ. അക്രിം നുസുല, നിന്റെ മുമ്പിലേക്ക് വന്ന അതിഥിയെ റബ്ബേ നീ മാന്യമായി സ്വീകരിക്കണേ. അതിഥി വന്നു എന്നാ വാക്കിനർത്ഥം. ആ അതിഥിയെ റബ്ബേ അക്രിം നുസുലഹു, അതിഥിക്ക് കൊടുക്കണ ഭക്ഷണം നുസുൽ, അതിഥിയുടെ ഭക്ഷണം. അത് നല്ല ഭക്ഷണം കൊടുക്കും റബ്ബേ എന്ന് പറഞ്ഞാൽ നല്ല നിലക്ക് സ്വീകരിക്കുക. പടച്ചോനെ നിന്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചിരിക്കുകയാണ്. നിന്റെ ഭൂമിക്കുള്ളിലേക്ക് കടന്നു വന്ന ആ ഒരു മണ്ണിന്റെ കീറൽ, ആ ഒരു ഖബർ വിശാലമാക്കി കൊടുക്കണേ റബ്ബേ. സംശുദ്ധമായ നല്ല വെള്ളം കൊണ്ട് കഴുകി ശുദ്ധിയാക്കുന്ന പോലെ അല്ലാഹുവേ നീ പാപങ്ങളിൽ നിന്ന് കഴുകി കൊടുക്കണമേ. വനഖിഹി മിനൽ ഖതായ കമാ യുനഖ ഥൗബുൽ അബിയദു മിനദ്ദനസ്. വെളുത്ത വസ്ത്രത്തിൽ ചെളി പുരണ്ടാൽ, അബിയദ് എന്ന വെളുത്തല്ലേ, കമാ യുനഖ ഥൗബുൽ അബിയദു മിനദ്ദനസ്, വെളുത്ത വസ്ത്രത്തിൽ ചെളി പുരണ്ടാൽ ആ വസ്ത്രം കഴുകി ശുദ്ധിയാക്കുന്ന പോലെ. അപ്പൊ ശരിക്കും വെള്ളം കിട്ട് കാണണം അങ്ങനെ പറയില്ലേ? അതുപോലെ റബ്ബേ തെറ്റുകളിൽ നിന്ന് തിന്മയിൽ നിന്ന് അല്ലാഹുവേ നീ കഴുകി ശുദ്ധിയാക്കണമേ. വഅബ്ദിൽ ഹുദാറൻ ഖൈറൻ മിൻ ദാരിഹി, ദുനിയാവിൽ ജീവിച്ച വീടിനേക്കാളും നല്ലൊരു വീട് ഖബറായി നീ കൊടുക്കണേ റബ്ബേ. ആ ഖബർ നല്ല വീടാക്കി കൊടുക്കണേ. വഅഹ്ലൻ ഖൈറൻ മിൻ അഹ്ലിഹി, അവരുടെ വീട്ടുകാര് കുടുംബങ്ങൾ റബ്ബേ നാളെ മരിച്ചു ചെന്ന് അവർക്ക് സ്വർഗം കൊടുക്കുമ്പോ ദുനിയാവിലെ വീട്ടുകാരെ കുടുംബക്കാരെ അവർക്ക് നീ കുടുംബക്കാരോട് അവരെ കണ്ടുമുട്ടാനുള്ള ഭാഗ്യം കൊടുക്കണേ. പക്ഷെ എന്തായിരിക്കും പ്രത്യേകത എന്നറിയോ? ഖൈറൻ മിൻ അഹ്ലിഹി, ദുനിയാവിലുള്ള ആളുകളുടെ സ്വഭാവമാവില്ല അവർക്കുണ്ടാവുക. ഈ വീട്ടുകാരെ മറ്റു വേറെ വീട്ടുകാരെ കൊടുക്കണേ എന്നല്ല അതിനർത്ഥം. വസൗജൻ ഖൈറൻ മിൻ സൗജിഹി, അവരുടെ ഭാര്യയെ, ഭർത്താവാണെങ്കിൽ ഭാര്യ, ഭാര്യയാണെങ്കിൽ ഭർത്താവ്, അവരെക്കാളും ഖൈറായ ഒരു ഇണയെ കൊടുക്കണേ എന്ന് പറയുമ്പോഴേ ചിലപ്പോൾ വിചാരിക്കും ഭാര്യനെ മാറ്റി വേറെ ആളെ കൊടുക്കണേ എന്നാണ് ആ പറയുന്നത്. അല്ല, ഈ ഭാര്യ തന്നെ, ഈ ഭർത്താവ് തന്നെ സ്വർഗത്തിലേക്ക് എത്തുമ്പോൾ അവരുടെ സ്വഭാവവും രൂപവും ഒക്കെ മനോഹരമായിരിക്കുമെന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ദുനിയാവിലെ ചേലും കോലന്നല്ല, ചിലത് മേക്കപ്പ് ഇട്ടാണ്ടല്ലോ കോലം മാറണ്, അങ്ങനെയൊന്നും അതുപോലും അല്ല. സുബ്ഹാനല്ലാഹ്, പുട്ടിട്ടിട്ടേ കാണാറിയാത്ത കോലത്തിലൊക്കെ ചിലപ്പോൾ പുതിയാപ്പിളനെ അത്ഭുതപ്പെട്ടെ, പഠിച്ചവനെ ഇത്ര വലിയ സുന്ദരനെയാണോ റബ്ബേ ഞാൻ കെട്ടിക്കൊണ്ടുവന്നത്. പിന്നെ കുളിപ്പിച്ച് കൊണ്ടുവന്നപ്പോഴാണ് മനസ്സിലായത്. അപ്പോൾ
ആഖിറം അങ്ങനെയല്ല, നിങ്ങളെ ടോട്ടലി അള്ളാഹു ചേഞ്ച് ചെയ്യും. നിങ്ങളുടെ വയസ്സും നിങ്ങളുടെ ശരീരവും ചേരും കോരും മനസ്സും മാറും. അങ്ങനെ മാറിക്കൊടുത്ത ഒരു സുന്ദരിയായൊരു ഭാര്യയായി അവരുടെ ഭാര്യയെ നീ നാളെ പരലോകത്ത് ഏൽപ്പിക്കണമേ. അത്ര നല്ല സുന്ദരനായൊരു നല്ല ഭർത്താവായി ആ ഭർത്താവിനെ സ്വർഗത്തിൽ അവർക്ക് കൊടുക്കണമേ. ഇതാണ് ഖൈറം സൗജൻ ഖൈറം മിൻ സൗജിഹി എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. അല്ല നേർക്ക് നേരം നമ്മളിങ്ങനെ അർത്ഥം വെച്ച് പോയാലേ ദുന്യാവിലെ ഭാര്യനേക്കാളും നല്ല വേറെ തന്നെ കെട്ടിച്ചു കൊടുക്കണമെന്നാണ് പറയണത് കേട്ടോ. ഞാൻ തോരക്കൂലേ, അങ്ങനെ വരാൻ നിൽക്കണ്ട. അത് ഉദ്ദേശിക്കുന്നത് സ്വഭാവ ഗുണങ്ങൾ മാറുന്നവരായിട്ടാണ് സ്വർഗത്തിലെത്തുക. അള്ളാഹുവിനെ അത് കൊടുക്കണേ എന്നാ പറഞ്ഞതിനർത്ഥം. അള്ളാഹു നമ്മളൊക്കെ സ്വർഗത്തിലെത്തിച്ചു തരട്ടെ. വഅദ്ഖിൽഹുൽ ജന്ന, സ്വർഗ്ഗം കൊടുക്കണേ റബ്ബേ. വഅഇദ്ഹു മിൻ അദാബിൽ ഖബ്രി വമിൻ അദാബിൻ നാർ, നരകത്തിന്റെ ശിക്ഷയിൽ നിന്ന് ഖബറിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്തേണമേ എന്ന് അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ ദുആ ചെയ്യുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. പുണ്യനബി തങ്ങൾ വഫാത്താകുന്നതിൻ്റെ ഏതാനും 1-2 ദിവസങ്ങൾക്ക് മുമ്പ് തങ്ങൾ ജന്നത്തുൽ ബഖീ പോയി സന്ദർശിച്ചിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. നോക്കണം, 63 വയസ്സിലാണ് ഹബീബ് വഫാത്താകുന്നത്. 63 വയസ്സെന്നൊക്കെ പറഞ്ഞാൽ ചെറുപ്പക്കാരാണെന്ന് ഇപ്പോഴത്തെ കണക്കിൽ അല്ലേ. 60 എന്നൊക്കെ പറഞ്ഞാൽ യുവാവാണെന്നാണ് പറയാം. 63, 64, 65 എന്നൊക്കെ നല്ല ആരോഗ്യമുള്ള സമയമാണ്. വേണമെങ്കിൽ അവരിപ്പോൾ കല്യാണം കഴിക്കാനൊക്കെ റെഡി ആയിട്ടുണ്ടാവും. അത്രയും ആരോഗ്യമുള്ള ഒരു പ്രായം, അല്ലെങ്കിൽ ക്ഷീണത്തിലേക്ക് വരാൻ തുടങ്ങുന്നൊരു പ്രായമാവുന്നുള്ളൂ. അള്ളാഹിൻ്റെ റസൂലാണെങ്കിൽ എങ്ങനെയായിരുന്നു എന്നറിയോ? തങ്ങൾ വഫാത്താകുമ്പോൾ നബി തങ്ങൾക്ക് ബെല്ലി ഫാറ്റ് ഉണ്ടായിരുന്നില്ല, തങ്ങളുടെ വയറ് ഫ്ലാറ്റായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരാരോഗ്യ പ്രശ്നവുമില്ല. ആകെ 10-20 മുടിയെ തങ്ങളുടെ താടിയിലും തലയിലുമായി നിരച്ചിട്ടുണ്ടായിരുന്നുള്ളൂ സല്ലല്ലാഹു അലൈഹി വസല്ലം. കാര്യമായ ഒരു അസുഖം, ആ ഒരു പനിയല്ലേ വന്നിട്ടുള്ളൂ തങ്ങൾക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോഴൊന്നും മരിക്കുന്നു, പനി പിടിച്ച് രക്ഷപ്പെട്ടു പോരും എന്നൊക്കെയല്ലേ സ്വാഭാവികം നമ്മൾ വിചാരിക്കുക. പക്ഷേ നബി തങ്ങളത് കാത്തുവെച്ചതും തങ്ങൾ ഒരുങ്ങി നിന്നതുമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. യാ അല്ലാഹ്, അങ്ങനെ നബി തങ്ങൾ പനി പിടിച്ച് വിറക്കുന്നുണ്ട്. സ്വഹാബിമാര് പറഞ്ഞു, യാ റസൂലല്ലാഹ് ഇന്നക ലതൂഅകു വഅകൻ ശദീദാ, വല്ലാതെ ചൂടുള്ള പനിയാണല്ലോ നബിയെ അങ്ങയുടെ പനി. നല്ല പനി ഉണ്ടല്ലേ നബിയെ. അപ്പൊ പറഞ്ഞു, ഇന്നി ലഊഅകു കമാ യൂഅകു റജുലാനി മിൻകും, നിങ്ങളിൽ 2 ആൾക്കുണ്ടാകുന്ന ശക്തിയായ പനി ഞാൻ ഒറ്റക്ക് അനുഭവിക്കുന്നുണ്ട് എന്ന് റസൂലുള്ളാഹി തങ്ങൾ. എന്തേ നബിയെ അങ്ങനെ? 2 ആൾക്കുള്ള പനിയുടെ ചൂടെനിക്കുണ്ടാകുമ്പോൾ അള്ളാഹു അത്രമേൽ എനിക്ക് പ്രതിഫലം നൽകും. പനിച്ചാ കൂലിയുണ്ടെന്നാണ്. പനി കിട്ടാൻ വേണ്ടി ഇങ്ങനെ പനിലോൻ്റെ അടുത്ത് പോയിരിക്കൊന്നും വേണ്ട. പനി വന്നാൽ അത് കൂലിയാണ്. വേദനിച്ചാൽ അതിന് കൂലിയുണ്ട്. അസുഖം വന്നാൽ അതിന് പ്രതിഫലമുണ്ട്. ജലദോഷം പിടിച്ചാൽ കൂലിയുണ്ട് എന്നാണ്. നമ്മളിങ്ങനെ ലക്ഷണം കെട്ട ജലദോഷം എന്ന് പറഞ്ഞ് തുടച്ചിങ്ങനെ നടക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് കൂലിയുണ്ട് നമ്മൾ ആലോചിച്ചിട്ടുണ്ടെങ്കിൽ വലിയൊരു ഇബാദത്തല്ലേ അത്. അള്ളാഹിൻ്റെ അടുത്ത് കൂലിട്ടൂലേ? പടച്ചവനമ്പുരാൻ അള്ളാഹു നമ്മുടെ ശരീരത്തിൽ വരുത്തുന്ന ഏത് വിഷമങ്ങൾക്കും ഹത്ത ശൗഖത യുഷാഖുഹാ, ഒരു കുപ്പിച്ചില്ല ഒരു മുള്ളോ കാലിൽ തറച്ചാൽ അതിന് പോലും കൂലിയുണ്ട്. അള്ളാഹ് നിങ്ങളുടെ തെറ്റ് പുറത്തു തരുന്നു. സുബ്ഹാന ജല്ല ജലാലു. നിങ്ങളിൽ നിന്ന് 2 ആൾക്ക് പനിക്കുന്ന പോലെ എനിക്ക് പനിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ യതഹാദാ ബൈന റജുലൈൻ, അവിടുത്തെ സ്വഹാബിമാരിൽ 2 സ്വഹാബിമാരുടെ തോളിൽ കൈവച്ചുകൊണ്ട് ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, എനിക്ക് ജന്നത്തുൽ ബഖീ വരെ പോകണം. പള്ളിൻ്റെ അടുത്തുള്ള ഖബർസ്ഥാൻ, ഫാത്തിമ റളിയല്ലാഹു അൻഹ കിടക്കുന്ന സ്ഥലം, ആയിഷ ബീവി റളിയല്ലാഹു അൻഹ കിടക്കുന്ന സ്ഥലം, ഹബീബായ നബി തങ്ങളുടെ അഹ്ലു ബൈത്തിൽപ്പെട്ട ഒരുപാട് പേര്, ആയിരക്കണക്കിന് സ്വഹാബിമാർ അന്തർവിഷമം കൊള്ളുന്ന സ്ഥലം. മുഴുവൻ ആളുകളും VIP കളാണ്. എല്ലാവരും VIP ആണ്. അവിടെ ഒരേപോലെ കാണുന്നില്ലേ? എല്ലാവരും VIP കളാണ്. ഹബീബായ നബി തങ്ങൾ അവിടെ ചെന്നു. ഫദഅലഹും, അവർക്ക് വേണ്ടി ദുആ ചെയ്തു. റബ്ബേ, എൻ്റെ ജീവിതകാലത്ത് എന്നെ വിശ്വസിച്ച് ഞാൻ മരിക്കുന്നതിൻ്റെ മുമ്പേ എന്നോട് വിട പറഞ്ഞ ആളുകളാണ് അല്ലാഹു ഇവിടെ കിടക്കുന്നത്. അൻസ്വാരികളിൽ, മദീനക്കാരായ അൻസ്വാരികൾ നമ്മൾ അറിയണം, 80% അൻസ്വാരികൾ ശുഹദാക്കളാണ്. അൻസ്വാരികളിലെ 80% ഷഹീദുകളായി മരണപ്പെട്ടവരാണ് റിദ്വാനുല്ലാഹി അലൈഹിം അജ്മഈൻ. 20% ആൾക്കാരെ ഷഹീദാവാതിരുന്നിട്ടുള്ളൂ. 80% ശുഹദാക്കളാണ് അൻസ്വാരികൾ, മദീനക്കാർ. അവർക്ക് വേണ്ടിയൊക്കെ ദുആ ചെയ്തു നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങളും ആ മണ്ണിലേക്ക് വരികയാണ്. ആ ഒരു ജീവിതത്തിലേക്ക് തങ്ങൾ കടന്നു വരാൻ നിൽക്കുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അവർക്ക് ദുആ ചെയ്യുന്നു. ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്ത സ്വഹാബി പറയാണ്, ഹത്താ തമന്നൈതു അൻ അകൂന ദാലികൽ മയ്യിത്ത്, നബി തങ്ങൾ ആർക്ക് വേണ്ടിയാണോ അങ്ങനെ ദുആ ചെയ്തത് ആ മയ്യിത്ത് ഞാനായിരുന്നെങ്കിൽ എന്ന് ഞാൻ കൊതിച്ചുപോയി എന്ന് ഹബീബായ നബിയുടെ സ്വഹാബി. അത് നബി തങ്ങളുടെ ഒരു വാക്കിനുള്ള പ്രതികരണമാണ്.
പ്രതികരണമാണ്. ഞാനതാ ആ മയ്യത്ത് ഞാനായിരുന്നെങ്കിൽ, യാ റബ്ബ്, ആ മയ്യത്ത് ഞാനായിരുന്നെങ്കിൽ. ഖിയാമത്തിൻ്റെ അടയാളങ്ങളിൽ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഫിത്നകൾ ഇങ്ങനെ വർദ്ധിക്കുമ്പോഴേ എല്ലായിടത്തും കലാപങ്ങളും എല്ലായിടത്തും പ്രശ്നങ്ങളും വരുന്നൊരു സമയം വരും. ഇപ്പോഴൊന്നല്ല, ഖിയാമത്തിന് മുമ്പ് അങ്ങനെ വരും. നമ്മളന്ന് ജീവിച്ചിരിപ്പുണ്ടാവില്ല എന്ന് നമുക്കറിയില്ല. അപ്പോൾ ഖബറിൻ്റെ അടുത്തുകൂടെ ഇങ്ങനെ പോകുമ്പോൾ പള്ളിക്കാടൊക്കെ കാണുമ്പോൾ റബ്ബേ, ഈ മയ്യത്തൊക്കെ ആയി കിടക്കണ മനുഷ്യന്മാർ റോഡ് സൈഡിലൊക്കെ കിടക്കുമ്പോൾ ഒരാൾ പോലും എടുത്തൊരു കഫംപുടയിൽ പൊതിഞ്ഞ് ഖബറിൽ വെക്കാൻ പോലും ആളുണ്ടാവില്ല. മയ്യത്തുകൾ ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ ഖബറുകളെ നോക്കി മനുഷ്യൻ ചിന്തിച്ചു പോകും, പടച്ചോനെ ഈ ഖബറിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ആൾ ഞാനായിരുന്നെങ്കിൽ. അപ്പോൾ ശരിക്കൊരു ജനാസയായി ഖബറിലേക്കൊരു മയ്യത്ത് വെക്കാൻ പറ്റുന്നൊരു സാഹചര്യം പോലും ഒരു നിഅ്മത്താണ്. ഒരു കാലഘട്ടം വരും മയ്യത്തൊന്നും മറവയെ ആളെ കിട്ടൂല. അങ്ങനെ എല്ലാവരും പേടിച്ചൂടാണ്, ആകെ പ്രശ്നങ്ങളാണ്. അതിലെ പക്ഷികളോ ജന്തുക്കളൊക്കെ തിന്നുപോകുന്നെ. അങ്ങനത്തെ ഒരു കാലം വരും. പരീക്ഷണങ്ങളും പ്രശ്നങ്ങളും കൂടുന്നൊരു കാലം. മറവ് മീസാങ്കല്ല് നോക്കിയിട്ട് ഇങ്ങനെ പറയാ, ഇതിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ആൾ ഞാനായിരുന്നെങ്കിൽ, മരിക്കുകയാണെങ്കിലും അന്തസ്സിൽ പോയി കിടക്കാലോ. സുബ്ഹാന ജല്ല ജലാലു. അങ്ങനത്തെ ഒരു അവസ്ഥ ഈ ഉമ്മത്തിന് വരാനുണ്ടെന്ന് പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് പേടിപ്പിക്കാൻ വേണ്ടി പറയല്ല, അതിൻ്റെ ഹഖീഖത്ത് അങ്ങനെയാണ്. ലോകത്തിൻ്റെ പോക്ക് ഇങ്ങനെ ശരിക്കും അനലൈസ് ചെയ്താലും ശരിക്കും മനസ്സിലാവും ചെയ്യും. അള്ളാഹു ഉമ്മത്തിനെ സംരക്ഷിക്കട്ടെ. اللهم اغفر له وارحمه وعافه واعف عنه واكرم نزله ووسع مدخله واغسله بالماء والثلج والبرد എന്ന് ഒരു മയ്യത്തിന് വേണ്ടി അല്ലാഹുവിൻ്റെ റസൂൽ ദുആ ചെയ്യുമ്പോൾ ഒരു സ്വഹാബി കൊതിച്ചു പോവുകയാണ്, ആ മയ്യത്ത് ഞാനായിരുന്നെങ്കിൽ, ചോനെ അത് ഞാനായിരുന്നെങ്കിൽ. പുണ്യ നബിയല്ലേ ഈ ദുആ ഇറക്കുന്നത്, അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ പ്രാർത്ഥനയല്ലയോ ഇത്? സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വഹാബിമാർ അങ്ങനെയാണ്. എന്താണ് അവിടെ നടക്കുന്നത്? ആ വിഷയം പൂർണ്ണമായി ഉൾക്കൊള്ളുകയാണ്, അതിലേക്ക് മനസ്സ് കൊടുക്കുകയാണ്, അതിനൊരു പ്രതികരണം കൊടുക്കണം. ഹബീബായ നബിയുടെ മുമ്പിലേക്ക് ഒരു നിവേദക സംഘം വരുന്നു. അവർ വന്നവർ മുഴുവനും ഫഖീർമാരാണ്, മിസ്കീന്മാരാണ്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബിനെ കാണാൻ വന്നതാണ്. ആമുൽ വുഫൂദ്, ഹിജ്റയുടെ 9-10 വർഷങ്ങൾ നിവേദക സംഘങ്ങൾ, ഓരോരോ വലിയ വലിയ കബീലകളുടെ മെമ്പർമാർ, പള്ളി കമ്മിറ്റിക്കാർ പോവാന്ന് പറഞ്ഞ പോലെ വലിയ കബീലകളുടെ മെമ്പർമാർ, ലീഡേഴ്സ് ഹബീബിനെ വന്ന് കണ്ട് ഇസ്ലാം സ്വീകരിച്ചു പോകുന്ന കാലം. അതാണ് ആമുൽ വുഫൂദ്. അന്ന് വന്ന ഒരു കൂട്ടര് കരിമ്പടം പുതച്ചുകൊണ്ടാണ് വന്നത്. വസ്ത്രമൊന്നുമില്ല, തോലിൻ്റെ വസ്ത്രം പോലുമില്ല, തുണിയുടെ വസ്ത്രം പോലുമില്ല. അങ്ങനെ ചവിട്ടിയായി ഉപയോഗിക്കുന്ന സാധനങ്ങളൊക്കെ ഇങ്ങനെ ഈത്തപ്പനയുടെ കയറിട്ടിട്ട് കെട്ടിയിട്ട് ഇങ്ങനെ ആ ഒരു വസ്ത്രവുമായി മദീന പള്ളിയിലേക്ക് വന്നപ്പോൾ ഹബീബായ നബിക്ക് ഭയങ്കര വേദനയായി. നിസ്കാരം കഴിഞ്ഞപ്പോൾ എല്ലാവരും ഇരിക്കിൻ, തസദ്ദഖൂ, നിങ്ങൾ സ്വതക്ക ചെയ്യണേ, സ്വതക്ക ചെയ്യണേ, സ്വതക്ക ചെയ്യണേ, ഈ പാവപ്പെട്ട ആളുകൾക്ക് നമ്മൾ സഹായം ചെയ്തു കൊടുക്കണേ എന്ന് പുണ്യ നബി തങ്ങൾ പറയാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാവരും സ്വതക്ക ചെയ്യാൻ തുടങ്ങി. തങ്ങൾ പറയുന്നു, തങ്ങൾക്കത് വേദനിച്ചു. പടച്ചോനെ, ഒരു വസ്ത്രം പോലും ഇവർക്കില്ലല്ലോ റബ്ബേ, എല്ലാവരും സ്വതക്ക ചെയ്യണം. എല്ലാവരും കയ്യിലുള്ളതൊക്കെ കൊടുക്കുകയാണ്. അമറനാ ബിസ്സദഖ. ചില സ്വഹാബിമാർക്ക് കൊടുക്കാനൊന്നും കയ്യിലില്ല. നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം, ഉസ്താദുമാരൊക്കെ പ്രത്യേകിച്ച് അതൊക്കെ പറയുന്നു, ദുആക്ക് നേതൃത്വം കൊടുക്കുന്നവരുമായ അവസ്ഥയിലൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മളൊരു പള്ളിയുടെ ഉദ്ഘാടനം നടക്കുമ്പോൾ ആ പള്ളിക്ക് വേണ്ടി സഹായിച്ച അറബിക്കും നാട്ടുകാർക്കൊക്കെ നമ്മൾ ദ്വാരക്കും, അല്ലേ? ഒരു പരിപാടിക്ക് വേണ്ടി നമ്മൾ ദ്വാരക്കുമ്പോൾ തന്നവർക്കൊക്കെ ദ്വാരക്കും. പക്ഷെ ഇവിടെ തരാൻ കഴിയാത്തൊരു വിഭാഗം ഉണ്ടാവും. അവരെയും മറന്നു പോകരുത്. കാരണം അവർ റബ്ബേ കടത്തിലല്ലേ പടച്ചോനെ, ഞാൻ എന്ത് കൊടുക്കാനാ? 100 റുപ്യ ഞാൻ നിൻ്റെ മദ്രസ കൊടുത്ത ഇപ്പുറത്ത് ചോദ്യം വരും, എൻ്റെ 100 എവിടെ? റബ്ബേ എനിക്ക് കൊടുക്കാൻ എൻ്റെ കയ്യിലില്ല റബ്ബേ, എൻ്റെ കയ്യിലുണ്ടായിരുന്നെങ്കിൽ ഞാൻ തരുമായിരുന്നു റബ്ബേ നിൻ്റെ പള്ളിക്ക്, നിൻ്റെ മദ്രസക്ക് എന്ന് നീയത്ത് വെക്കുന്ന മിസ്കീന്മാർക്ക് വേണ്ടിയും ദുആയിൽ നമ്മൾ ഉൾപ്പെടുത്തണം. അല്ലാഹുവേ, തരാൻ ആഗ്രഹമുണ്ട് പക്ഷേ കൊടുക്കാൻ പറ്റാത്ത മിസ്കീന്മാരുണ്ടല്ലോ, അവർക്കും അവരുടെ നീയത്തിന് കൂലി കൊടുക്കണമേ എന്ന് പുണ്യ നബി തങ്ങളുടെ സ്വഹാബിമാർ പറയാ, ഞങ്ങളുടെ കയ്യിൽ കാശില്ല. കുന്നാ നുഹാമിലു, അങ്ങനെ ഞങ്ങൾ ഹമ്മാലിമാരുടെ പോർട്ടർമാരുടെ പണിയെടുക്കും. ഞങ്ങളുടെ കയ്യിലൊന്നുമില്ല, ഞങ്ങൾ ആരാത്? അള്ളാഹിന്റെ റസൂലിന്റെ സ്വഹാബിമാർ, ഹബീബായ നബി തങ്ങളെന്ന അള്ളാഹുവിന്റെ അഷ്റഫുൽ ഖൽഖായ അള്ളാഹിന്റെ മെഹബൂബായ നബി തങ്ങൾക്ക് അള്ളാഹു തെരഞ്ഞെടുത്ത ദുന്യാവിലെ അസ്ഹാബുകൾ എത്ര സ്ഥാനമുള്ളവരാണ്. നബിയെ കാണാനും ഹബീബിന്റെ കൂടെ ഇരിക്കാനും മുഅ്മിനായി സഹവസിക്കാൻ ഭാഗ്യമുണ്ടായവർ അവരല്ലേ സ്വഹാബിമാർ. അവര് പറയാ, ഞങ്ങൾ കൂലിപ്പണി. എങ്ങനെ കൂലിപ്പണി എന്നറിയോ? ആളുകളുടെ സാധനങ്ങൾ ലഗേജ് തോളിലെടുത്തിട്ട് കൊണ്ടുപോകും. ചില ആളുകളുടെ വെള്ളം കിണറ്റുകളിൽ നിന്ന് അവരുടെ വീട്ടിലേക്ക് കയറ്റി കൊടുക്കും. ചില ആളുകൾ മലയുടെ മുകളിലാണ് താമസം. മദീന അറിയാലോ, മക്കയും മദീനൊക്കെ കുന്നുമലകളാണ്.
അപ്പോൾ അവിടെയൊക്കെ താമസിക്കുന്നവർക്ക് അലി തങ്ങൾ ചെയ്ത ജോലി അതാണ്. അലി റളിയല്ലാഹു അൻഹു കിണറ്റിന്ന് വെള്ളം കോരി കൊണ്ടേ കൊടുക്കുകയാണ്. ആലിൽ മദീന, മദീനയുടെ അവാലികളിലേക്ക്, ഖുബാ പരിസരത്തുള്ള കുന്നുകളിലേക്ക് വെള്ളം കൊണ്ടുപോയിരുന്ന ആളായിരുന്നു അലി ഇബ്നു അബീ ത്വാലിബ് എന്ന നബി തങ്ങളുടെ പുതിയാപ്പിള സല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങളുടെ പുതിയാപ്പിളയാണിത് അലി റളിയല്ലാഹു അൻഹു. വെള്ളം കോരി കൊണ്ടുപോകാനായിരുന്നു പണി. അങ്ങനെ ബാക്ക് പെയിൻ വന്നു. സ്വഹാബിമാർ പറയാ, സ്വതക്ക കൊടുക്കണ്ടേ, ഞങ്ങളുടെ കയ്യിൽ ഒന്നുമില്ല. അങ്ങനെ ഞങ്ങൾ ഓരോരുത്തരും ഞങ്ങളുടെ ശരീരം വാടകക്ക് കൊടുക്കും. എന്തിന്? ഭാരം ചുമക്കാൻ. എന്നിട്ട് എന്താണോ കിട്ടുന്നത് ഫനതസദ്ദഖു ബി, അത് ഞങ്ങൾ സ്വതക്ക കൊടുക്കും. അങ്ങനെ ഞങ്ങൾ ചെയ്തിരുന്നു. സ്വതക്ക ചെയ്യണമെന്ന് നബി തങ്ങൾ പറയല്ലേ, ഞങ്ങൾ കൊടുക്കാൻ റെഡിയാ, ഞങ്ങളുടെ കയ്യിൽ ഇല്ലായിരുന്നു. എന്നിട്ട് ഞങ്ങൾ കൂലിപ്പണി എടുത്ത് കൊടുക്കുന്നു. ഞാനൊരു നാട്ടിൽ പോയിരുന്നു. അവിടുത്തെ ചെറുപ്പക്കാരുടെ ഒരു വിഷയം പറഞ്ഞു. കുറേ കുട്ടികൾ കല്യാണപ്പന്തലിൽ സപ്ലൈ ചെയ്യാൻ വേണ്ടി പോകും. ആ പോയി കിട്ടുന്ന പൈസ കൊണ്ട് അവരുടെ നാട്ടിലൊരു വലിയ ചാരിറ്റി പ്രവർത്തനം ചെയ്യുന്ന ഒരു നല്ലൊരു കൂട്ടം ചെറുപ്പക്കാർ. അവർക്ക് പഠിക്കുന്ന കുട്ടികളാണ്, കയ്യിൽ പൈസയൊന്നുമില്ല. അപ്പോൾ ഈ വീക്കെൻഡിൽ ശനി ഞായറൊക്കെ ദിവസം കല്യാണ പാർട്ടിയൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് കിട്ടുന്ന ചെറിയ സംഖ്യ അത് കൊടുത്തിട്ട് ആ നാട്ടിൽ ആളുകൾക്ക് മരുന്ന് വാങ്ങാൻ പൈസ കൊടുക്കുന്ന മക്കൾ. യാ അല്ലാ, എന്തൊരു നല്ല നന്മയാണ്. ഈ ഹദീസ് ഇങ്ങനെ ഓർമ്മ വരിക. ഞങ്ങൾ കുന്നാനുഹാമിലു, നമ്മൾ കയ്യിലുണ്ടായിട്ട് നമ്മളിതിപ്പോൾ നാളെ ആവശ്യമുണ്ടല്ലോ എന്ന് പറഞ്ഞ് എടുത്തു വെക്കുകയാണ്. ആയിക്കോട്ടെ, അതൊന്നും കുഴപ്പമില്ല കേട്ടോ, അതിനൊന്നും വിരോധമല്ലേ. പക്ഷേ അള്ളാഹുവിൻ്റെ ഒരു വിഷയം വരുമ്പോൾ നമ്മുടെ വിഷയത്തിലൊരു കുറവ് വന്നാലും അള്ളാഹിൻ്റെ വിഷയത്തിൽ കുറവ് വരരുത്. അങ്ങനെയല്ലേ നമ്മുടെ നാടുകളിലൊക്കെ ഏറ്റവും വലിയ വീട് അള്ളാഹിൻ്റെ വീടായിരുന്നു ഒരു കാലത്ത്. ഇപ്പം അങ്ങനെ പറയേണ്ടി വരും. ഒരു നാട്ടിലെ ഏറ്റവും വലിയ വീട് അള്ളാഹിൻ്റെ വീടുള്ള കാലം അങ്ങനെയാണ്. അവിടെ ആ നാട്ടിലെ ഏറ്റവും വലിയ ഒരു വീട്, ഒരു കെട്ടിടം എന്ന് പറഞ്ഞാൽ അള്ളാഹിൻ്റെ പള്ളിയായിരിക്കും. ആ നാട്ടുകാരെ പൈസക്കാരായതുകൊണ്ടല്ല, അരണ, ഈ 2 അണ 3 അണ അത്രയൊക്കെ ശമ്പളം. അത് കൊടുത്തുകൊണ്ടാണ് ആ വലിയ വലിയ പള്ളികളൊക്കെ, മുമ്പത്തെ പള്ളി, പഴയകാലത്തെ പള്ളിയൊക്കെ നമുക്കറിയില്ലേ, തിരുവങ്ങാടി പള്ളി, ഇതൊക്കെ ഉണ്ടാക്കിയത് ആ പഴയകാലത്തെ ആൾക്കാരെ. അവർ കൊടുത്ത വഖഫിൻ്റെ സ്ഥലത്താണ് നമ്മളിപ്പോൾ മരിച്ചാൽ പോയി കിടന്നുറങ്ങണത്. നമുക്ക് വഖഫ് കൊടുക്കാൻ സ്ഥലം ഉണ്ടായിട്ടല്ല, കൊടുക്കണില്ല, അതാ വിഷയം. അതൊക്കെ ഇപ്പം ഇങ്ങനെ നടന്നു പോകണ്ടല്ലോ. പിന്നെ ഇപ്പം എന്തിനാ നമ്മുടെ എൻ്റെ വീടിൻ്റെ ഒരു തെങ്ങ് ഇതാ പള്ളിക്ക്, 2 കവുങ്ങ് എൻ്റെ പള്ളിക്ക്, എൻ്റെ ഇത്ര 2 സെന്റ് സ്ഥലം, 5 സെന്റ്, 1 ഏക്കറ, ഇങ്ങനെയൊക്കെ കൊടുത്ത ആളുകളാണ് നമ്മുടെ മുൻഗാമികൾ. ഇല്ലായ്മയുടെ കാലത്ത് കൊടുത്തവരാ. ഇന്ന് അള്ളാഹു നമുക്ക് വലിയ നിഅമത്ത് തന്നിട്ടില്ലേ? പക്ഷെ നമ്മൾ എന്ത് ചെയ്തില്ല? അള്ളാഹു ഇത്രയ്ക്ക് കൂലി തരുന്ന കാര്യമാണെന്ന് നമുക്ക് ബോധിച്ചില്ല. അത് ഞങ്ങളെ കുറ്റപ്പെടുത്തില്ല, നമുക്കത് ബോധിക്കാത്തത് കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റൂല. അതാണ് വിഷയം. ബോധിക്കണം. അമറനാ ബിസ്സദഖ. അബൂ ദഹ്ദാഹ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിൻ്റെ റസൂലിനോട് വന്ന് പറഞ്ഞു, നബിയേ, എൻ്റെ തോട്ടങ്ങളിൽ 2 തോട്ടം അല്ലാഹുവിൻ്റെ റസൂലേ, അങ്ങേക്ക് വേണ്ടി ഞാൻ ദാനം നൽകുകയാണ്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റബിഹൽ ബൈഉ യാ അബാ യഹ്യാ, റബിഅൽ ബൈഉ യാ അബാ യഹ്യാ എന്ന് നബി തങ്ങൾ സ്വഹാബിമാരുടെ പേര് വിളിച്ച്, നിങ്ങളുടെ കച്ചവടം ലാഭമായല്ലോ. അബൂ തൽഹ റളിയല്ലാഹു അൻഹു കൊടുത്ത ദാനം. അബൂ ദഹ്ദാഹ് തങ്ങൾ ഒരു തോട്ടം അള്ളാഹിന്റെ റസൂലിന് കൊടുക്കുകയാണ്. തങ്ങളെ മദീനയിലെ പാവപ്പെട്ടവർക്ക് അതിന്റെ ഫലമുണ്ടായിക്കൊട്ടെ നബിയെ, എനിക്കത് വേണ്ട എന്ന് അബൂ ദഹ്ദാഹ് റളിയല്ലാഹു അൻഹു തങ്ങളുടെ മജ്ലിസിൽ ഇരുന്നിട്ട് കച്ചവടം ഉറപ്പിച്ചിട്ട് പോവുകയാണ് വീട്ടിലേക്ക്. അപ്പൊ നോക്കുമ്പോൾ ഭാര്യ, അവരുടെ പേര് ഉമ്മു ദഹ്ദാഹ് എന്നാണ്. അവരും കുട്ടികളും ആ തോട്ടത്തിൽ ഈത്തപ്പഴത്തോട്ടം, അതിന് ഈത്തപ്പഴം പറിക്കുകയോ കഴിക്കുകയോ അവിടെ ഇരിക്കുകയോ ഒക്കെ ചെയ്യാണ്. ഇപ്പൊ പറഞ്ഞു, മതിലിന്റെ പുറത്ത് വന്നിട്ട് ഒറ്റ വിളിച്ചു പറയൽ, യാ ഉമ്മദ്ദഹ്ദാഹ്, ഉമ്മദ്ദഹ്ദാഹേ, നീയും കുട്ടികളും അവിടെ നിന്ന് ഇറങ്ങിപ്പോരിൻ. ഈ തോട്ടം ഞാൻ അള്ളാഹ്ക്ക് കൊടുത്തു കഴിഞ്ഞു പെണ്ണേ. ഇത് അള്ളാഹിന്റെ റസൂലിന് ഞാൻ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ഇനി അവിടെ ഇരിക്കല്ലിൻ, ഇത് നമ്മുടേതല്ല, ഇത് നമ്മുടേതല്ല, കൊടുത്തു കഴിഞ്ഞു. നീയും കുട്ടിയുടെ പുറത്തേക്ക് ഇറങ്ങി വാ, ഇനി അവിടെ നിന്ന് ഒന്നും തിന്നല്ലേ. ഇത് മുഅ്മിനീങ്ങൾക്ക്, പാവപ്പെട്ടവർക്കുള്ള, മിസ്കീന്മാർക്കുള്ള എൻ്റെ ദാനമാണ്. ഹബീബായ നബി തങ്ങൾ, അബൂ ദഹ്ദാഹ്, നിങ്ങളുടെ കച്ചവടം വിജയിച്ചു. فأما من أعطى واتقى وصدق بالحسنى فسنيسره لليسرى. അല്ലാഹുവിനെ ഭയപ്പെടുകയും ദാനം ചെയ്യുകയും ചെയ്യുന്നവർ, വലിയ എളുപ്പമുള്ള കാര്യമല്ല. ഈ പൈസ കയ്യിൽ നിന്ന് കൊടുക്കുക എന്ന് പറഞ്ഞാലേ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അള്ളാഹിൻ്റെ തൗഫീഖ് തന്നെ വേണം, അല്ലെങ്കിൽ ഇറങ്ങൂല. ആയിക്കോട്ടെ പോലെ നിങ്ങൾ അങ്ങനെയൊക്കെ പറഞ്ഞോളി, ഞാൻ കൊടുക്കൂല കേട്ടോ. നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വരിക. നമ്മളെ കൊണ്ട് കൊടുക്കാൻ പറ്റാത്തതുകൊണ്ടല്ല, സക്രാത്ത് കിടത്തുമ്പോൾ തോന്നും കൊടുക്കാനിട്ടോ, പറ്റൂല, ഇനി മതി എന്ന് പറയും, സമയം കഴിഞ്ഞെന്ന് പറയും. അതുകൊണ്ടാണ് മരണമാസന്നമാകുമ്പോൾ പഠിച്ചോനെ ഞാൻ കൊടുക്കും റബ്ബേ, ഞാൻ കൊടുത്തേക്കാം, ഒന്ന് അത് ആ പറയാനൊരു 2 മിനിറ്റ് നീട്ടി തന്നൂടെ പഠിച്ചോനെ? ഇല്ലല്ല,
എൻ്റെ കുട്ടി ഇപ്പോൾ വരുന്നുണ്ട്, ബൈക്കിൽ വരുന്നുണ്ട് എന്നെ കാണാൻ. അവൻ വന്നാൽ ഞാൻ അത് പറയും, എന്താ പള്ളി കൊടുത്തേക്ക്, മദ്രസ കൊടുത്തേക്ക്, ദീനിന് കൊടുത്തേക്ക്, ഇതൊക്കെ ഞാൻ ചെയ്യാൻ വേണ്ടി പോവാൻ. അള്ളാഹു ഒരു 2 മിനിറ്റ് ഒപ്പത്തും എന്നിട്ട് എന്നെ മരിപ്പിച്ചാൽ പോരെ. ലാ യുഅഖിറുല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ വല്ലാഹു ഖബീറും ബിമാ തഅമലൂൻ. ആരും നീട്ടിക്കൊടുക്കൂല. ഓൺ ടൈമാണ് പടച്ചോൻ്റെ പരിപാടി. എങ്ങനെ? അള്ളാഹു ഓൺ ടൈമാണ്, ആ ടൈമിൽ നടക്കും. നിങ്ങളത് ചെയ്യൂലെന്ന് അള്ളാഹ്ക്കറിയാം. വെറുതെ നീട്ടി നിന്നിട്ട് കുട്ടികളുടെ പരീക്ഷകൾക്ക് കയറുമ്പോൾ അങ്ങനെ, എന്നാൽ പരീക്ഷ ടീച്ചറെ ഒരു 15 മിനിറ്റ് കഴിഞ്ഞ് തുടങ്ങിയപ്പോൾ എനിക്ക് 2 പാഠം കൂടെ നോക്കാണ്ട്. ഈ 15 മിനിറ്റ് എത്ര 15 മിനിറ്റ് കിട്ടിയത് നോക്കിയിട്ടില്ലല്ലോ. ആ പരീക്ഷകൾക്ക് കയറുമ്പോൾ തോന്നൽ വരും. അപ്പോൾ ഇരിക്കുമ്പോൾ അങ്ങനെ, ഞാനിപ്പോൾ ഈ പരീക്ഷ നാളെയാണെങ്കിൽ ഞാൻ ഫുള്ള് മാർക്ക് മേടിക്കുന്നു. എല്ലാവരും അങ്ങനെ തന്നെ പറയാം. അത് അള്ളാഹു തആല കല്ലാ ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ. ഇങ്ങനെ മനുഷ്യന്മാർ പലതും പറയും. കൊറോണയിലുണ്ടല്ലോ, വെന്റിലേറ്ററിൽ കിടന്നിട്ടേ, അല്ലാ നീ എങ്ങാനും ഇറക്കി തന്നാലേ ഞാൻ എൻ്റെ പള്ളിയിൽ നിന്ന് ഇറങ്ങിപ്പോരില്ല. എത്ര ആൾ ഇറങ്ങിപ്പോകുന്ന കൊറോണ ആ വിഷമത്തിൽ നിന്ന്. അതിൽ വലിയൊരു വിഭാഗം ആളുകൾക്ക് അല്ലം തകന ബിനം, എനിക്ക് അങ്ങനെയൊന്നും ഉണ്ടായിട്ടല്ലല്ലോ. ആ കോലത്തിലാണ് ജീവിക്കുന്നത്. മറന്നില്ലേ നമ്മൾ? എത്ര പെട്ടെന്ന് നമ്മൾ മറന്നു. ആ കാലം നമ്മുടെ റോഡൊക്കെ അടച്ചിട്ടൊക്കെ സമയമൊക്കെ മറന്നോ? ഹൈവേയിലൂടെ ഒരു വണ്ടി പോലും പോകാതെ നമ്മുടെ ഈ വാർഡിൽ കിടക്കുന്ന നമ്മുടെ കൊച്ചു റോഡുകൾ വരെ അടച്ചിട്ട് കോണി കയറിയിട്ട് വീട്ടിൽ കയറിയതൊക്കെ മറന്നു നമ്മൾ. നമ്മൾ വെറുതെ വേറെ സമുദായങ്ങളൊന്നും കുറ്റം പറയണ്ട. നമ്മളൊക്കെ തന്നെ അങ്ങനെ തന്നെയാണ്. സമുദ്രത്തിലേക്ക് പോകുന്ന ആളുകളെ കുറിച്ച് അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട് എത്രയോ സ്ഥലങ്ങളിൽ. പുണ്യനബി കടൽ കണ്ടിട്ടില്ല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷേ തങ്ങൾ വിശുദ്ധ ഖുർആനിൽ വന്ന ഒരുപാട് കടലിനെ സംബന്ധിച്ചുള്ള റെഫറൻസുകളുണ്ട്. പറയും, തിരമാലകൾ ഇങ്ങനെ അടിക്കുമ്പോൾ അവർ പറയും, റബ്ബേ നീ ഞങ്ങളെ രക്ഷപ്പെടുത്തുകയാണെങ്കിൽ ഞങ്ങൾ നല്ല കുട്ടികളായി ജീവിക്കട്ടോ. അതുവരെ നിസ്കരിച്ചിട്ടുണ്ടാവില്ല. അള്ളാഹിനെ പറ്റിയൊരു ബോധത്തിലേക്ക് എത്തുന്ന അള്ളാഹു വരെ രക്ഷപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ സംഭവേ നടക്കാത്ത പോലെ അവരിങ്ങനെ നടക്കുന്നത് കാണാം. ഖുർആൻ എത്ര സ്ഥലങ്ങളിൽ പറഞ്ഞു. നമ്മളിപ്പോൾ അതുപോലെ അവസ്ഥയിലല്ലേ? യാ അല്ലാഹ്. ഹബീബായ നബി തങ്ങളുടെ മുമ്പിൽ വന്ന് തെറ്റുകൾ സംഭവിക്കുമ്പോൾ അവർ ഏറ്റുപറയുമായിരുന്നു സ്വഹാബിമാർ. അതുകൊണ്ടാണ് ആ നുഹ്ബയെ, തിരഞ്ഞെടുക്കപ്പെട്ട ആ ഒരു കൂട്ടം ആളുകളെ ഹബീബിന് വേണ്ടി അല്ലാഹു തആല തിരഞ്ഞെടുത്തത്. നമ്മളാരും വെറുതെ പറയരുത്, സ്വഹാബിയുടെ കാലത്തൊക്കെ ഞാൻ ജീവിച്ചിരിക്കുന്ന എത്ര, എനിക്കൊരു സ്വഹാബിയൊക്കെ ആയിട്ട് ജീവിക്കൂടെ, അവരെ പോലൊന്നും നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയില്ല. അങ്ങനെ ആയിരുന്നുവെങ്കിൽ അല്ലാഹു നമ്മളെ അന്ന് ജനിപ്പിച്ചേനെ. ഇറങ്ങണമെന്ന് പറയുമ്പോൾ ഇറങ്ങാ വീട്ടിൽ നിന്ന്. എന്തിന്? ജീവൻ കൊടുക്കാൻ പോവാൻ. വേറൊന്നും ചിന്തിക്കുന്നില്ല. തിരിച്ചു വരുമോ എന്ന് പോലും അറിയില്ല. എങ്ങോട്ടായി പോകുന്നത് അതും അറിയില്ല. ഇൻഷാ അല്ലാഹ് മക്കളെ, നമുക്ക് ആഖിറത്ത് കണ്ടുമുട്ടാം. ഖൻസാ ഉന്നഖഇയ്യ റളിയല്ലാഹു അൻഹ 4 മക്കളെ യാത്ര അയച്ചത് എങ്ങനെയാണ്? മക്കളെ, ഖാദിസിയയിലേക്ക് നിങ്ങൾ പോവുകയാണല്ലേ. ഇറാനിൽ വെച്ച് നടന്ന വലിയൊരു സംഘടനമായിരുന്നു അത്, മഹാനായ സഅദ് തങ്ങളുടെ നേതൃത്വത്തിൽ. കുട്ടികളെ, നിങ്ങളെ 4 മക്കൾ, നിങ്ങളുടെ ഉമ്മ നിങ്ങളുടെ വാപ്പയെ ഒരിക്കലും വഞ്ചിച്ചിട്ടില്ല മക്കളെ. ഖൻസാ ബി പറഞ്ഞ വാക്കാണത്. ഖൻസാ ഉന്നഖഇയ്യ. വേറെ ഖൻസ ഉണ്ട്. മക്കളെ, നിങ്ങളുടെ വാപ്പയെ, ഈ ഉമ്മ നിങ്ങളുടെ വാപ്പയെ വഞ്ചിച്ചിട്ടില്ല. ഒരു വ്യഭിചാരം ഈ ഉമ്മ ചെയ്തിട്ടില്ല മക്കളെ. നിങ്ങളുടെ വാപ്പാക്ക്, ഒരു വാപ്പക്ക് ജനിച്ച 4 മക്കളാണ് നിങ്ങൾ. 4 ആൺകുട്ടികളായിരുന്നു. 4 പേരെയും പറഞ്ഞു, മക്കളെ, ദീനിന് ഒരു പ്രതിസന്ധിയുള്ള സമയമാണ്. സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ കീഴിലാണ് നിങ്ങൾ പോകുന്നത്. മദീനയെ, നമ്മുടെ നാടിനെ പരാക്രമിക്കാൻ വരുന്ന പേർഷ്യൻ സൈന്യത്തെയാണ് നിങ്ങൾ നേരിടുന്നത്. നമ്മുടെ നാടിന്റെ സുരക്ഷക്കാണ് നിങ്ങൾ പോകുന്നത്. അതുകൊണ്ട് പിന്മാറുന്ന പ്രശ്നമേ ചിന്തിച്ചു പോകരുത്. ഫഇദാ ഹമിയൽ വതീസ്, യുദ്ധം കൊടുമ്പിരി കൊള്ളുമ്പോൾ നിങ്ങൾ മുന്നിലേക്ക് ഓടണം. കഫൻ പുടയുടെ തുണി നിങ്ങളുടെ ദേഹത്തിലൊക്കെ ചുറ്റേണമേ. നിങ്ങളെങ്ങാനും ഷഹീദായാൽ നിങ്ങളെ കഫൻ പുടയിൽ പൊതിയാൻ തുണി കിട്ടിക്കൊള്ളുന്നില്ല. അത് ദേഹത്ത് ഇങ്ങനെ ചുരുട്ടിപ്പിടിച്ച് കെട്ടിവെക്കണം. പിന്നെ നിങ്ങൾ കാണുന്ന ഒരാഴ്ച നിങ്ങളെ കഫൻ ചെയ്തോളും. 4 മക്കളും അങ്ങനെ പോയി. ളുഹറിന്റെ മുമ്പ് അവർ ഷഹീദായി. ആ ഉമ്മ പറഞ്ഞ വാക്കുണ്ട്, അൽഹംദുലില്ലാഹ്, പടച്ചവനെ